ധനേഷ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1566 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നതിനായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ യഹ്യ പറക്കവട്ടി BHMS, ചീഫ് ഫിസിഷ്യൻ, ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ, കൊച്ചി ബ്രാഞ്ച്, തിരുവനന്തപുരം. മുൻ ജോയിന്റ് സെക്രട്ടറി, മീഡിയ സെൽ ചെയർമാൻ, IFPH. IHMയുടെ ടീച്ചിങ് ഫാക്കൽറ്റി മെമ്പർ കൂടിയായ ഡോക്ടർക്ക് 30 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണുള്ളത്. ഇതിനോടകം നമുക്ക് വളരെ വിദഗ്ധമായ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ഡോക്ടർ ഇന്ന് നമുക്ക് ഹോമിയോപ്പതി ടോണിക്കുകൾ എന്ന വിഷയത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് യഹ്യ പറക്കവട്ടി ഡോക്ടറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ ആരംഭിക്കാം. ഗുഡ് ഈവനിങ് എവരിബഡി. സന്തോഷം. നമ്മുടെ എല്ലാ മെമ്പേഴ്സെയും കാണാൻ സാധിക്കുന്നുണ്ട്. കഴിയുന്നത്ര എല്ലാവരും വീഡിയോ ഓണാക്കിയിരിക്കുമെങ്കിൽ എനിക്ക് സമ്മതിക്കാൻ കുറച്ചുകൂടി സഹായകരമായിരിക്കും. അതായത് നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോഴാണ് നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് കൂടുന്നത്. അല്ലെങ്കിൽ ഏതാണ്ട് 53ഓളം പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ടോണിക് എന്ന് കേട്ടപ്പോഴത്തേക്ക് ഹോമിയോപ്പതി ടോണിക്കുകൾ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു മധുരമുള്ള ടോണിക്കിന്റെ ഓർമ്മയാണ്. അതുകൊണ്ടായിരിക്കാം പലരും ജോയിൻ ചെയ്യുന്നത് എനിക്ക് തോന്നിക്കുന്നു. ജോയിൻ ചെയ്തോണ്ടിരിക്കുന്നത് ഡോക്ടറെ. അതെ, ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് നമ്മൾ ഡയറക്റ്റ് ടോണിക്കിലേക്ക്. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ അൻസാർ, ഡോക്ടർ ധനേഷ്, ഡോക്ടർ മനോജ്. കാരണം ഇതിനകത്ത് കമന്റ് ബോക്സ് വളരെ ആക്റ്റീവ് ആക്കി വെക്കണം. കാരണം ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പലപ്പോഴും എല്ലാവരും മ്യൂട്ടായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുമ്പം അതിൻ്റെ ഒരു അഭിപ്രായം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയോ ചാറ്റ് ബോക്സിൽ കമന്റ് ഇടുകയോ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അത് പ്രചോദനമാവും. അതുകൊണ്ടാണ് കേട്ടോ. കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ടോണിക്കുകൾ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ ഫോർട്സിന്റെയും അല്ലെങ്കിൽ ബാക്സിന്റെയും അതല്ലെങ്കിൽ സിമിലിയാരുടെയും ഒക്കെ ടോണിക്കുകൾ ഇങ്ങനെ നമുക്ക് രോഗികൾക്ക് കൊടുക്കാനായിട്ട് എളുപ്പമുള്ള മാർഗം പറഞ്ഞു കിട്ടും എന്നാണ് ആരെങ്കിലും പ്രതീക്ഷിച്ചു പോയെങ്കിൽ അങ്ങനെയല്ല. ഹോമിയോപ്പതി എന്താണ് ടോണിക് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് മേക്സ് യു ഫീൽ സ്ട്രോങ്ങർ ഓർ ഹാപ്പിയർ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും സ്ട്രെങ്ത് കിട്ടുന്നുവെങ്കിൽ അതെല്ലാം ടോണിക്കുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എല്ലാ മരുന്നുകളും ടോണിക്കിന്റെ എഫക്റ്റ് ആണ്. അപ്പൊ ഞാൻ മരുന്നുകളെ കുറിച്ച് മാത്രം, സിംഗിൾ മെഡിസിനുകളെ കുറിച്ച് മാത്രമായിരിക്കും പറയുന്നത്. ഒരു പേറ്റന്റ് ടോണിക്കുകളെ കുറിച്ചും ഇവിടെ ഡിസ്കഷൻ ഉണ്ടാവില്ല എന്ന് ആദ്യമേ തന്നെ ഞാനങ്ങ് പറയുകയാണ്. കാരണം കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ബേസിക് ആയിട്ട് ഈ നമുക്ക് ടോണിക്കുകളെ കുറിച്ച് ഇപ്പൊ പറയുമ്പം നമുക്ക് നമ്മുടെ മെത്തേഡ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ പലർക്ക് പല രീതിയിലാണ്. കാരണം സിംഗിൾ മെഡിസിൻ കൊടുക്കുന്നവരുണ്ട്, മൾട്ടിപ്പിൾ മെഡിസിൻസ് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻ്റെ പ്രിസ്ക്രിപ്ഷൻ്റെ രീതി നമുക്കറിയാം, ടോട്ടാലിറ്റി എടുത്ത് പ്രിസ്ക്രിപ്ഷൻ. കാരണം ഏതാണ്ട് ഞാൻ 18ഓളം വേസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ തന്നെ ഞാൻ ഈ വേദിയിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും ടോട്ടാലിറ്റി ബേസ്ഡ് ആണ്. നമ്മുടെ സാധാരണ കോമൺ ആയിട്ട് എല്ലാവരും പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയാണ്. പിന്നെ PQRS സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ പലപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പത്തോളജി ബേസ് ചെയ്തിട്ട്, അതായത് ഓർഗൻ റെമഡീസ് എന്ന് നമ്മൾ പറയുന്ന ലിവറിന്, ഹാർട്ടിന്, ലങ്സിന്, കിഡ്നിക്ക്, ഇങ്ങനെ ബോണിന്, നെർവിന് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പല മരുന്നുകളും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്.
പേരന്റൽ ഹിസ്റ്ററി അല്ലെ, അച്ഛന്റെയും അമ്മയുടെയും അല്ലെങ്കിൽ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും ഒക്കെ ഹിസ്റ്ററി നോക്കിയിട്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അല്ലെ. TB ഹിസ്റ്ററി, ക്യാൻസർ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മദർ ഡ്യൂറിങ് പ്രഗ്നൻസി സമയത്ത് അമ്മമാരുടെ നേച്ചർ, അവർക്കുണ്ടായിരുന്ന മാനസികമായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ മെന്റലായിട്ടോ ഇമോഷണലായിട്ടോ ഉണ്ടാകുന്ന വിഷമങ്ങളെ വെച്ചിട്ട് നമ്മൾ ചിലപ്പം പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ആ ഒരു സിംറ്റം മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. നെവർ വെൽ സിൻസ് ടൈഫോയിഡ്, നെവർ വെൽ സിൻസ് മീസിൽസ്, നെവർ വെൽ സിൻസ് പ്യൂബർട്ടി, അവിടെ നമ്മൾ വേറെ ഒന്നും നോക്കാറില്ല. പലപ്പോഴും ആ സിംറ്റത്തിന്റെ ബേസിൽ മാത്രമാണ് നമ്മൾ പലപ്പോഴും പ്രിസ്ക്രിപ്ഷൻ പോകാറുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ ഹനുമാൻ പറഞ്ഞു തന്നിരിക്കുന്ന ടോട്ടാലിറ്റി ബേസ് ചെയ്ത് വേണം പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാലും നമ്മൾ പലപ്പോഴും 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 100 പേര് ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇനിയുണ്ട്. ഇപ്പൊ ലോ ഓഫ് സിഗ്നേച്ചേഴ്സ് നമുക്കറിയാം, തവളയെ പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽ പോലെ ഇരിക്കുന്നു, ഏതെങ്കിലും റൂട്ട് പോലെയാണ്, ഏതെങ്കിലും ലീഫ് പോലെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പുരസ്കാരമുണ്ട് അല്ലെ. ഈവൻ നിറം നോക്കിപ്പോലും. ഇപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വിത്തോൾക്കാസ് ഒരു പ്രിസ്ക്രിപ്ഷൻ ഏർട്ടിക്കേരിയ പ്രിസ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഏർട്ടിക്കേരിയക്ക് ദേഹം മുഴുവൻ ചുമന്ന് വളരെ തടുത്ത് ഈ ഏർട്ടിക്കേരിയ ദേഹം മുഴുവൻ റാഷ് വന്നിട്ട് ശരിക്കും റെഡ് കളറിലിരിക്കുകയാണ് അദ്ദേഹം. നമുക്കറിയാം, ഒരു ഹോമിയോപ്പതി മെഡിസിൻ ഏർട്ടിക്കേരിയക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്ന ആളെന്ന് പറയുമ്പം APS കൊടുത്തിട്ടുണ്ടായിരിക്കും, ആഴ്സനിക് ആൽബ് കൊടുത്തിട്ടുണ്ടായിരിക്കും, നാട്രമോർ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഏർട്ടിക്ക യൂറൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, സൾഫർ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതുപോലെ കാലിമൂർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട ബേസിക് ആയിട്ടുള്ള എല്ലാ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ വിതോൾക്കാസിന്റെ അടുത്ത് ഈ പേഷ്യന്റ് വന്നപ്പോഴത്തേക്ക് വിതോൾക്കാസ് അറിയാം, ഈ കഴിഞ്ഞ 3-4 ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെ കണ്ടിട്ടാ വന്നിരിക്കുന്നത്. വിതോൾക്കാസ് ഈ പറയുന്ന ഒരു മെഡിസിനും തിങ്ക് ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ. അദ്ദേഹം ലോ ഓഫ് സിഗ്നേച്ചേഴ്സ് വെച്ചിട്ട് അസ്റ്റാക്കസ് എന്ന് പറഞ്ഞ മരുന്നാണ് സെലക്ട് ചെയ്തത്. അസ്റ്റാക്കസ് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, കണ്ടിട്ടും ഇല്ല, എന്റെ കയ്യിൽ ആ മരുന്നും ഇല്ല താനും. പക്ഷേ ഞാനിപ്പോ എന്റെ മെഡിസിന്റെ സ്റ്റോക്കിനകത്ത് അസ്റ്റാക്കസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പം അസ്റ്റാക്കസ് പ്രിസ്ക്രൈബ് ചെയ്തത് ലോ ഓഫ് സിഗ്നേച്ചേഴ്സിന്റെ ബേസിലാണെന്നും ഒരു സായിപ്പ് വന്നപ്പോഴത്തേക്ക് ദേഹം മുഴുവൻ ചുമന്ന് ഒരു ഫിഷ്, ഈ അസ്റ്റാക്കസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫിഷിനകത്തുനിന്ന്. അപ്പൊ ആ ഫിഷിന്റെ നിറം വളരെ റെഡ് കളറാണ്, നമ്മുടെ കൊഞ്ചു പോലെയൊക്കെ ഇരിക്കും, പക്ഷെ റെഡിഷ് കളറാണ്. അതിനെ റിസംബിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അസ്റ്റാക്കസ് പ്രിസ്ക്രൈബ് ചെയ്തെന്നാണ് വിതോൾക്കാസ് പറഞ്ഞത്. അപ്പം ആ രീതിയിലും നമ്മൾ അത് കൊടുത്തിട്ട് ആ പേഷ്യന്റ് ഫുള്ളായിട്ട് റിക്കവർ ചെയ്തു എന്നാ പറയുന്നത്, മനസ്സിലായി. അപ്പൊ ഇതുപോലെ നമുക്ക് പലപ്പോഴും പ്രിസ്ക്രിപ്ഷൻ പല രീതിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. ആന്റി മയസ്മാറ്റിക് നമുക്ക് സാധാരണ രീതിയിൽ മയാസത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആന്റി മയസ്മാറ്റിക് പ്രിസ്ക്രിപ്ഷനിലേക്ക് പോകും. റിലേഷൻഷിപ്പ് ഓഫ് റെമഡീസ്, ഇപ്പൊ പൾസാറ്റിലെ കഴിഞ്ഞ് സൈരീഷ്യ കൊടുക്കുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ റസ്റ്റോസ് കഴിഞ്ഞ് പ്രയോഡിയ കൊടുക്കുന്നു, പ്രയോഡിയ കഴിഞ്ഞ് കാലിക്കാർ കൊടുക്കുന്നു. റിലേഷൻഷിപ്പ് വെച്ച് മാത്രം നമുക്ക് ചിലപ്പോൾ പ്രിസ്ക്രിപ്ഷൻ വിടേണ്ടി വന്നേക്കും. നോസോഡൽ പ്രിസ്ക്രിപ്ഷൻസ്, നോസോഡ്സിന്റെ ബേസിൽ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അല്ലേ, നോസോഡ്സ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് അല്ലെ, തിൻ ലീൻ ട്യൂബ് ഷോൾഡേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സൾഫർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫോസ്ഫറസ് കൊടുക്കുന്നു, കൽക്കരി കാർബ് ചബി കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് നമ്മൾ അങ്ങനെയും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇനി വിതോൾക്കാസിന്റെ മെത്തേഡ് വെച്ചിട്ട് നോക്കുമ്പം എസെൻസ് ബേസ്ഡ്, കവേർഡ് ആണെങ്കിൽ ലൈക്കപ്പൊടിയും കൊടുക്കുന്നു, ഡിഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫോസ്ഫറസ് കൊടുക്കുന്നു. അപ്പം എസെൻസ് ബേസ്ഡ് എന്ന് നമ്മൾ പറയും. അതിലെല്ലാം ഉപരിയായിട്ട് എയ്റ്റിയോളജി ബേസ്ഡ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രിസ്ക്രിപ്ഷനാണ് എയ്റ്റിയോളജി ബേസ്ഡ്. കാരണം അത് ഈ വെട്ടിയിട്ടതുപോലെയാണ്. എയ്റ്റിയോളജി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ നോക്കണ്ട. അപ്പം മരത്തിൽ നിന്ന് വീണ് ഒരു പേഷ്യന്റ് കൊണ്ടുവന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ആർണിക്കയാണ്, വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലേ. അപ്പൊ ഗ്രീഫ് ഉണ്ട്, എയിൻമെന്റ് ഫോർ ഗ്രീഫ് ആണെങ്കിൽ നമ്മൾ ഇഗ്നേഷ്യ അല്ലെങ്കിൽ നാട്രമോർ അത് മാത്രമേ നമ്മുടെ മനസ്സിൽ ഓടി വരത്തുള്ളൂ. അത് കൊടുത്താൽ മാത്രമേ കുറയാറുള്ളൂ. അപ്പം എയ്റ്റിയോളജി ബേസ്ഡ് പ്രിസ്ക്രിപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ വളരെ ആപ്റ്റ് ആയിരിക്കും. എല്ലാത്തിനും നിങ്ങൾക്ക് എയ്റ്റിയോളജി കിട്ടുമെന്നുണ്ടെങ്കിൽ അത് തന്നെ വേണം എന്ന് എപ്പോഴും പറയുന്ന വ്യക്തിയാണ് ഞാൻ, മനസ്സിലായത്. എല്ലാത്തിനും എയ്റ്റിയോളജി കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. എയ്റ്റിയോളജി എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങൾ അത് കളക്ട് ചെയ്യുകയും അത് നിങ്ങളുടെ ഡയറിയിൽ കുറിച്ചും വെക്കുക. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ കൂടുതൽ പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പ്രോപ്പർ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ടോണിക്കിനെ കുറിച്ച് നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞു വന്നത് നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ പലപ്പോഴും 2 തരം പ്രിസ്ക്രിപ്ഷൻസ് ആണ്. നമ്മുടെ സർക്കാരിന്റെ കമന്ററിക്കകത്ത് കെന്റിയൻ വേ ഓഫ് പ്രിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്, ഫ്രഞ്ച് സ്കൂൾ ഓഫ് പ്രിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. കെന്റിയൻ വേയിൽ സിംഗിൾ മെഡിസിനെ കൊടുക്കാവൂ, അത് ഡീപാക്കിംഗ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആയിരിക്കണം, റൂട്ടോട് കൂടി
രോഗം മാറ്റാനായിട്ട് നമ്മുടെ ബേസിക് ആയിട്ട് ഹോമിയോപ്പതി പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന, എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പ്രയാസമുള്ള ഒരു വേ, അതാണ് കെൻഡിയൻ വേ. മറ്റൊന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് സ്കൂളാണ്. അതിനകത്ത് ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡീപാക്റ്റീവ് മെഡിസിൻ വരും, കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ ആയിരിക്കും, മയസ്മാറ്റിക് ആയിരിക്കും, അത് വളരെ ഹൈപ്പർടെൻസിയിലായിരിക്കും പോകുന്നത്. പക്ഷേ ഒരു സൂപ്പർഫിഷ്യലി ആക്ടിങ് ഒരു ഡ്രെയിനേജ് ഡ്രഗ് കൂടി ചിലപ്പോൾ ആണെങ്കിൽ അതിനകത്ത് കയറി വരും. അത് ഫിസിയോളജിക്കൽ ആക്ഷനാണ്. അവർ പറയുന്നത് രണ്ട് പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് ഡൈനമിക് പ്ലെയിനിലും മറ്റൊന്ന് ഫിസിയോളജിക്കൽ ആക്ഷനുമാണ്. നമ്മൾ ടോണിക്ക് കൊടുക്കുന്ന പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് ഫിസിയോളജിക്കൽ ആക്ഷനാണ്. അപ്പൊ ഡ്രെയിനേജ് ഡ്രഗും രണ്ട് തലത്തിലാണ് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നതെന്നാണ് അവരുടെ പറച്ചില്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് നമ്മളുടെ ഒരു കേസ്, നമുക്ക് വരുന്ന കേസുകളുടെ ഒരു ബാഹുല്യം, കേസുകളുടെ രീതി പലപ്പോഴും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കേസുകളാണ് നമ്മളിപ്പോൾ അന്വേഷിച്ച് വരുന്നത്. ഒന്ന് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിസീസ്. പലപ്പോഴും ഒരുപാട് മരുന്നുകൾ കൊടുത്ത് നമ്മുടെ അടുത്ത് കിട്ടുന്ന പേഷ്യൻസിനെ അവരുടെ എല്ലാ ഓർഗൻസും അഫക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ കൈ കിട്ടുന്നത്. അതുപോലെ തന്നെ വാക്സിനേഷൻ, ഒരു വർഷത്ത് വാക്സിൻ കൊടുത്ത് ഒരുപാട് വാക്സിനുകൾ കൊടുത്തിട്ട് അവരുടെ തലങ്ങളെല്ലാം മാറി മൾട്ടി മൈസ്മാറ്റിക് ലെവലിൽ മൾട്ടി ഡയഗ്നോസിസ് ഉള്ള കേസുകളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ ഹനുമാൻ പറഞ്ഞിരിക്കുന്നത് കോംപ്ലിക്കേറ്റഡ് കേസുകളാണ് നിങ്ങളുടെ അടുത്ത് വരുന്നതെങ്കിൽ നിങ്ങൾ അത് എടുക്കുകയേ വേണ്ട. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ സപ്രസ്ഡ് ആണ്, മറ്റു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട്, ഒരുപാട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് വരുന്നവരെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് പ്രത്യേകിച്ചും ആ കേസ് നോക്കുകയേ വേണ്ട, അതങ്ങ് വിട്ടേക്കാനാ പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ അടുത്ത് തന്നിരിക്കുന്ന ഒരു അഡ്വൈസാ. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തില് രണ്ടുപേര് ജോലിക്ക് പോയാൽ പോലും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. അവിടെ നമ്മൾ ഇങ്ങനെ വരുന്ന കേസുകൾ വിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കും കാര്യങ്ങൾ? അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ മാനേജ് ചെയ്യാൻ ബാധ്യസ്ഥരാവുകയാണ്. നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇവരെ പാലിയേറ്റ് ചെയ്യാനോ സപ്രസ് ചെയ്യാനോ ബാധ്യസ്ഥരാകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നത്. ഇപ്പം കഴിഞ്ഞ ഒരു 5-6 മാസത്തെ ഹിസ്റ്ററി മാത്രം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ കേസുകൾ, അതായത് വാക്സിനേഷന്റെ ആഫ്റ്റർ എഫക്റ്റ് വന്നിരിക്കുന്ന 100 കണക്കിന് കേസ് അല്ലെങ്കിൽ 1000 കേസുകളാണ് ഓരോരുത്തർ അന്വേഷിച്ച് വരുന്നത്. അപ്പൊ ഇവിടെ അവരുടെ ഡൈനമിക് പ്ലെയിൻ എല്ലാം മാറി, ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ മാറി, അതെല്ലാം എന്നുണ്ടെങ്കിൽ പിന്നെ മൾട്ടി മയസ്മാറ്റിക് ലെവലിൽ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ട രീതിയാണ്. അപ്പൊ ഇതെല്ലാം പലപ്പോഴും വളരെ പ്രയാസകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹോമിയോപ്പതി ഡോക്ടർമാരെ അപേക്ഷിച്ചിട്ട്. പക്ഷെ എന്ത് ചെയ്യും? നമ്മൾ 100 കേസ് വന്നു കഴിഞ്ഞാൽ അതിലൊരു 25 കേസ് അല്ലെങ്കിൽ 20 കേസ് ഈ രീതിയിൽ ചിലപ്പോൾ പാലിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ സപ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. ക്യൂർ എന്ന് പറയുന്നത് പലപ്പോഴും വിദൂരതയിൽ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നോ പാടില്ല എന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സിംഗിൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. പലപ്പോഴും അത് മാറി ഇപ്പൊ പലപ്പോഴും പാലിയേഷൻ, പല കേസുകളും പാലിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ള ഒരു സത്യം ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പറയുന്നത്. ഇതാണ് സത്യം. അപ്പൊ അവിടെ ചിലപ്പോൾ നമ്മൾ ടോണിക്കുകൾ കൊടുക്കേണ്ടി വരും. ടോണിക്കുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്, എൻ്റെ ലിസ്റ്റിലുള്ള ടോണിക്കുകൾ ഞാനിപ്പം ആദ്യമേ തന്നെ ഞാൻ പറയുന്നത്, ഇപ്പം അവൈന സറ്റേവ എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു മരുന്നാണ് അല്ലേ, അവൈന സറ്റേവ അറിയാൻ വയ്യാത്തവരായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിക്കുന്നില്ല. അത് ഇറ്റ് ഈസ് നമ്മുടെ ഓട്സിനകത്തുനിന്ന് ഉണ്ടാക്കുന്നത്, പ്രിപ്പയർഡ് ഫ്രം ദ സീഡ്സ് ഓഫ് കോമൺ ഓട്ട് അല്ലേ. ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഒന്ന് സഹായിക്കണം. സ്ക്രീൻ കാണാവോ? കാണാം. ഓക്കെ. Avena sativa. This is an excellent brain and nerve tonic. Debility after exhausting disease. Nervous exhaustion, general debility. Nervous palpitation, insomnia. Irregularities of male sexual system to overcome the morphine habit used in alcoholics. Weakness of memory, inability to study. അപ്പം ഇത് ആണ് അവൈന സറ്റേവയുടെ ഒരു ബേസിക് ജിസ്റ്റ്. എത്രയും ഒരു കൺവാലസെന്റ് പീരീഡിൽ, ഒരു
മറ്റ് പല രോഗങ്ങളും കഴിഞ്ഞു വരുന്ന ഒരവസ്ഥയിൽ വളരെ ഡെബിലിറ്റേറ്റഡ് സ്റ്റേജിൽ വരുന്ന ഒരു പേഷ്യന്റിന് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ടോണിക്കാണ് ഈ അവിനസറ്റേവ. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ കൽക്കരി കാർബ് കൊടുത്തോളൂ, നിങ്ങൾ ഫോസ്ഫറസ് കൊടുത്തോളൂ, നിങ്ങൾ ട്യൂബർക്കുലിനെ കൊടുത്തോളൂ. അതിന്റെ കൂട്ടത്തില് അവൻ ഒരു ആപ്പിൾ ജ്യൂസ് കൂടി കുടിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഇത് ഫിസിയോളജിക്കൽ ആക്ഷൻ കിട്ടും. ഇതിന് ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിലുപരി നമുക്കൊരു ഡ്രെയിനേജ് ഡ്രഗ് പോലെ ഇത് വർക്ക് ചെയ്യുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഒരു ടോണിക്കിന്റെ ഇഫക്റ്റ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ വരുന്ന മൾട്ടി ഡയഗ്നോസിസ് കേസുകൾ, അതായത് മൾട്ടി മയസ്മാറ്റിക് കേസുകളിൽ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള കേസുകൾ നമ്മൾ അവരെ തൽക്കാലം സൂത്തം ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും ഈ പറയുന്ന ഒരു ഡ്രഗ് കൂടെ കൊടുക്കാമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇത് അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. നിങ്ങളുടെ അറിവിലേക്ക് തീർച്ചയായിട്ടും ഈ ഡ്രഗ് നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങളുടെ സ്റ്റോക്കിൽ അത് വാങ്ങി വെക്കുകയും ചെയ്യണം. അടുത്തത് ആൽഫ. ഇതും എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന, വർഷങ്ങളായിട്ട് ഞാൻ ഹോമിയോപ്പതി പഠിക്കാൻ വരുന്നതിന് മുമ്പേ ഞാൻ കഴിക്കുകയും കുടിക്കുകയും ചെയ്തിരുന്ന ഒരു മരുന്നായത് ആൽഫ ടോണിക്ക്. ഇപ്പോഴും ഓർക്കുന്നുണ്ട് കൊച്ചിലെ അമ്മയും അച്ഛനും ഒക്കെ വാങ്ങിച്ചു തന്ന ഈ ടോണിക്കിനെ കുറിച്ച്. അപ്പം അത് ടോണിക്കാണ്, അത് സിറപ്പാണ്. പക്ഷേ പിന്നീട് ഹോമിയോ കോളേജ് വന്നപ്പോഴാണ് അറിയുന്നത് ആൽഫ എന്ന് പറയുന്ന ഒരു സിംഗിൾ മെഡിസിൻ തന്നെ നമുക്കുണ്ടെന്ന്. അപ്പം ഇതും കാലിഫോർണിയ ക്ലോവർ എന്ന് പറയുന്ന എന്ന് അറിയപ്പെടുന്ന ഒരു ഡ്രഗാണ്. ഇറ്റ് കണ്ടെയ്ൻസ് വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ ബി. ഇത് രണ്ടും ഉണ്ട്, വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബിയും. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ടിഷ്യൂ ബിൽഡർ ആൻഡ് ഇൻ ടേൺ ഇൻക്രീസ് വെയിറ്റ്. അപ്പം വണ്ണം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. ഇറ്റ് ഇൻക്രീസസ് ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ നഴ്സിംഗ് മദർ. നഴ്സിംഗ് മദറിൽ നമുക്കറിയാം പല മരുന്നുകളും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാറുണ്ട് അല്ലേ, മിൽക്ക് കൂട്ടാനായിട്ട്. ഓർട്ടിക്ക യൂറൻസ് അതിൽ ഒന്നാണ്, അസഫിറ്റിഡ് അതിൽ വേറൊന്നാണ്. ഇതിന്റെ കൂട്ടത്തിൽ ലാക് ഡിഫ്ലോറേറ്റും കൂടി നിങ്ങൾ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഈ മിൽക്കിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. ഓർട്ടിക്ക യൂറൻസ് ടിഞ്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിൽ. ആൽഫയുടെ കൂട്ടത്തിൽ തന്നെ മദേഴ്സ് മിൽക്ക് കൂട്ടുന്നതിന് വേണ്ടി അവർക്ക് മരുന്നൊന്നും ആവശ്യമില്ല, സാധാരണ ബേസിക് മെഡിസിൻസ് ആവശ്യമില്ല. മദേഴ്സ് മിൽക്ക് പാല് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ടോണിക് ടിഞ്ചർ കൊടുക്കുക, ഓർട്ടിക്ക യൂറൻസ് ടിഞ്ചർ കൊടുക്കുക, ലാക് ഡിഫ്ലോറേറ്റം പൊട്ടൻസിയും കൂടെ കൊടുക്കാമെങ്കിൽ അവർക്ക് ഈസി പ്രൊഡക്ഷനാണ്. ഇത് പലപ്പോഴും നമ്മൾ ഉപയോഗിച്ച് നമ്മൾ അനുഭവം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. It always retards aging to some extent. പ്രായം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, മുടി നരച്ചു അല്ലെങ്കിൽ തൊലി ചുളുങ്ങി എന്നൊക്കെ വിചാരിക്കുന്നു എങ്കിൽ അപ്പോഴേ ആൽഫ ടിഞ്ചർ ഡെയിലി രാവിലെ 10 തുള്ളി രാത്രി 10 തുള്ളി ഉപയോഗിച്ച് തുടങ്ങിക്കൂ. ഇറ്റ് ഓൾവേസ് ഹെൽപ്പ് ഇൻ റിക്കവറി ആഫ്റ്റർ എയിൽമെന്റ്സ് ആൻഡ് റിക്കവറി ആഫ്റ്റർ സർജറി. കൺവാലസൻ പീരീഡിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്നവർക്ക്, മറ്റ് രോഗങ്ങൾ കഴിഞ്ഞ് വരുന്നവർക്ക് ആൽഫ ടിഞ്ചർ കൊടുക്കണം. It possesses estrogenic properties and helps in production of female sex hormones and hence female sex characteristic development. It is helpful in diabetes insipidus and phosphaturia. അപ്പം വെളുത്ത കളറിൽ യൂറിനേറ്റ് ചെയ്യുന്നുവെങ്കിൽ ആൽഫ ടിഞ്ചർ വർക്ക് ചെയ്യും. അതല്ല നിങ്ങൾ ഡയബറ്റീസ് കൂടെ മൂത്രം ഒഴിക്കുന്നു, ഡയബറ്റീസ് ഷുഗർ നോക്കിയപ്പോഴത്തേക്ക് നോർമലാണ്, പക്ഷേ ഫ്രിക്കൻ മിക്ചറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൽഫ ടിഞ്ചർ കൊടുത്താൽ അവർക്കും രക്ഷ നേടാൻ പറ്റും. അപ്പം ഇത് നമ്മൾ കൊടുക്കണ്ടേ? ഇവിടെ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിനും വേണ്ട, ഒരു എയ്റ്റിയോളജിക്കൽ പ്രിസ്ക്രിപ്ഷനും വേണ്ട. ഈ ടിഞ്ചർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് എക്കാലത്തുമായിട്ട് രക്ഷപ്പെട്ടു പോകും. ഓക്കെ, അടുത്തത് ഹൈഡ്രാസ്റ്റിസ്. ഇതും കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന മരുന്നാണ് ഹൈഡ്രാസ്റ്റിസ്. ഗോൾഡൻ സീൽ എന്ന് പറയുന്നല്ലേ. കാരണം ഈ ഹൈഡ്രാസ്റ്റിസിന്റെ ടിഞ്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നിറം എങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഗോൾഡൻ കളറാ. ഡോക്ടർ ഓഫ് സിഗ്നേച്ചർ വെച്ച് തന്നെ ദ കളർ ഓഫ് ദി മദർ ടിഞ്ചർ ഈസ് ഹൈലി യെല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഡിസ്ചാർജും ഒക്കെ ഏതാണ്ട് ഇതേ കളറാ. നിങ്ങൾക്ക് ഓർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഹൈഡ്രാസ്റ്റിസ് എപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യണം, അതിന്റെ ലോ ഓഫ് സിഗ്നേച്ചേഴ്സ് വെച്ചിട്ട് അതിന്റെ ഡിസ്ചാർജിന്റെ കളറ് ഇറ്റ്സ് ഗോൾഡൻ യെല്ലോ കളർ. സോ ഇന്റൻസ് യെല്ലോ ഫോം. അതിന്റെ
പ്രത്യേകിച്ച് മ്യൂക്കസ് മെമ്പറൈനിൽ നിന്ന് വരുന്ന എല്ലാ ഡിസ്ചാർജുകളും ഈ രീതിയിൽ ഗോൾഡൻ യെല്ലോ കളറാണ്. അപ്പോൾ ഹൈഡ്രാസിസ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഡിസ്ചാർജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മോർ ഇൻഡിക്കേറ്റഡ്. സോ ഇൻ debilitated persons with viscid mucus discharges, cathetic or malignant dyscrasia with marked derangement of gastric and hepatic functions. ഹൈഡ്രാസിസ് പലപ്പോഴും നമുക്ക് ഒരു ലിവർ ടോണിക്കായിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്നതാണ്. ക്യാൻസറസ് ടെൻഡൻസി ഉള്ളവർക്ക് കൊടുക്കുന്നതാണ് അല്ലേ. ക്യാൻസർ വരുമ്പോൾ സാധാരണ ഹൈഡ്രാസിസ് റുട്ടീനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആയിട്ട് ഏത് ക്യാൻസറസ് കണ്ടീഷനാണ്. സാധാരണ GIT-ലാണ് നമ്മൾ കോമൺ ആയിട്ട് ഇൻഡിക്കേറ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ അല്ലാത്ത ക്യാൻസറസ് കറ്റക്സിയ ഉള്ളവർക്കും നമുക്ക് ഹൈഡ്രാസിസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ബ്രോക്കൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം എക്സസീവ് യൂസ് ഓഫ് ആൽക്കഹോൾ, അഡിക്സിന് ആൽക്കഹോളിസം ഉള്ളവർക്ക് കൊടുക്കുക. ഇറ്റ് കണ്ടെയ്ൻസ് പൊട്ടാസ്യം സൾഫേറ്റ് ആൻഡ് കാലിയം സൾഫ്യൂരിക്കം. ഈ 2 മിനറൽസ് അതിനകത്ത് ഉണ്ട് എന്നും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഹൈഡ്രാസിസിന്റെ ജിസ്റ്റ്. കാലിഫോസ് നമ്മൾ പറയുന്നതാണ് നെർവ് ടോണിക് എന്നാണ് കാലിഫോസിനെ പറയുന്നത് അല്ലെ. നെർവ് ടോണിക് എന്ന് അങ്ങനെ ഒരു പേര് തന്നെയുണ്ട് കാലിഫോസിന്, പൊട്ടാസ്യം ഫോസ്ഫേറ്റ്. വാണ്ട് ഓഫ് nerve power, hence prostration, exertion, loss of mental vigor, depression. Prostration of mind, nerves and muscles. കണ്ടോ, മസിൽസിനും നെർവ്സിനും മനസ്സിനും ഒരേപോലെ ക്ഷീണം, വീക്ക്നെസ്, പ്രോസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ, ന്യൂറസ്തീനിയ വന്നു കഴിഞ്ഞാൽ ഒക്കെ you can prescribe കാലിഫോസ്. Neurasthenia, muscular debility following acute diseases, myalgia and wasting of muscular tissue, all dependent upon impaired innervation. എല്ലാം connected with the nerves. Paralysis of any part of the body, partial, paraplegia, hemiplegia, facet or of the bladder, upper lid, etc. അപ്പൊ ഇവിടെ നമുക്ക് കമ്പാരിസൺ വരുന്ന എപ്പോഴും പാരാലിസിസ്, നെർവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കാലിഫോസ്, ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് മെഡിസിനാണ് കാലിഫോസ്. കാരണം ഒരുപാട് മസ്കുലാർ ഡിസ്ട്രോഫി ഉള്ള കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ, ഏതാണ്ട് 35ഓളം കുട്ടികൾ ഈ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്ന ഓമന പേരിൽ ഡയഗ്നോസ് ചെയ്ത കേസ് ഇപ്പം ഞാൻ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ പലപ്പോഴും ഒന്നെങ്കിൽ പാരാപ്ലീജിയ അല്ലെങ്കിൽ ക്വാഡ്രിപ്ലീജിയ, ഹെമിപ്ലീജിയ ഒക്കെ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും. അപ്പൊ ഇവിടെയൊക്കെ കാലിഫോസ് റുട്ടീൻ പ്രിസ്ക്രിപ്ഷൻ, അത് ബയോകെമിക്കാണ് ഞാൻ കൊടുക്കുന്നത് എലോങ് വിത്ത് അതർ മെഡിസിൻസ് കേട്ടോ. മറ്റു മരുന്നുകൾ കൊടുക്കുമ്പം ഈ കാലിഫോസ് റുട്ടീനായിട്ട് 4 ഗുളിക വീതം 3 നേരം അല്ലെങ്കിൽ 3 ഗുളിക വീതം 3 നേരം കൊടുക്കുന്നുണ്ട് ഞാൻ. അവിടെ ഇതാണ് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ. കാരണം നെർവ് ടോണിക് എന്നുള്ള ഒറ്റ ഇൻഡിക്കേഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. പാരാലിസിസ് നമുക്കറിയാം, ഇതിന്റെ കമ്പാരിസൺ പലപ്പോഴും കോസ്റ്റിക്കം നമുക്കറിയാം റൈറ്റ് സൈഡഡ് ആണ്, അത് ഫ്ലെക്സർ ആസ്പെക്റ്റിലാണ്. കോസ്റ്റിക്കം പാരാലിസിസ് എപ്പോഴും ഫ്ലെക്സർ മസിൽസിനാണ്. ഇപ്പൊ ജെൽസീമിയം അതുപോലെ തന്നെ പാരാലിസിസ് നമ്മൾ കമ്പാരിസൺ വരുന്നതാണ്. ലിഡ്, അപ്പർ ലിഡിൽ പാരാലിസിസ് വന്നു കഴിഞ്ഞാൽ ജെൽസീമിയ നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അമോണിയം മുറിയാറ്റിക്കോ ഇതുപോലെ തന്നെ പാരാലിസിസ്, പ്രത്യേകിച്ചും തൈ മസിൽസ്, ഹാംസ്ട്രിങ്ങില്, അതായത് തൈ മസിലില് ബാക്ക് ഓഫ് ദ തൈ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ മസിൽ പിന്നെ ചുരുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമോണിയം മ്യൂരിയാറ്റിക്കം കൊടുക്കണം. അമോണിയം മ്യൂരിയാറ്റിക്കം. അപ്പൊ ഈ കാലിഫോസിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട മറ്റ് ഡ്രഗുകൾ ഞാൻ വെറുതെ ഒന്ന് കമ്പയർ ചെയ്തേ ഉള്ളൂ. ഈ കോസ്റ്റിക്കം, റൈറ്റ് സൈഡഡ് പാരാലിസിസ് ഇൻ ഫ്ലെക്സർ ആസ്പെക്ട്സ്, നമ്മൾ കൈയൊക്കെ ഫ്ലെക്ഷൻ അഫക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തിങ്ക് ഓഫ് കോസ്റ്റിക്കം, മനസ്സിലായി. അപ്പർ ലിഡ് ആണെങ്കിൽ ജെൽസീമിയം, തൈ മസിൽസ് ബാക്കിലെ തൈ മസിൽസ് ആണെന്നുണ്ടെങ്കിൽ ഹാംസ്ട്രിങ്സിലെ അഫക്റ്റ് ആണെന്നെങ്കിൽ അമോണിയം മ്യൂറിയാറ്റിക്കം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് കാലിഫോസിന്റെ ഒരു ടോണിക് ഇഫക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ജിൻസങ്, റൂട്ട് ഓഫ് വൈൽഡ് ജിൻസങ്. ഈ ജിൻസങ്ങിനെ കുറിച്ച്, ജിൻസങ് ജസ്റ്റ് എല്ലാവരും ഒന്ന് ഗൂഗിളിൽ ജിൻസങ് ഒന്ന് അടിച്ചു നോക്കണം. ഈ ജിൻസങ് റൂട്ടാണ്, റൂട്ടിൽ നിന്നാണ് ഈ ജിൻസങ് എടുക്കുന്നത്. അത് ആയുർവേദവും അലോപ്പതിയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. നല്ല വിലയുമാണ് കേട്ടോ. 1 ounce ഒക്കെ നിങ്ങൾ വാങ്ങിക്കും ചിലപ്പോൾ ഒരു 900 rupees ഒക്കെ കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല വിലയാണ്. അതും ഈ ഒരു ഗോൾഡൻ കളറാണ്.
അപ്പൊ ഈ ജിൻസങ് നിങ്ങളുടെയൊക്കെ സ്റ്റോക്ക് ഇത് വില കൂടുതലാണെന്ന് പറഞ്ഞത് വാങ്ങിക്കാതിരിക്കരുത്. എല്ലാവരുടെയും സ്റ്റോക്കിൽ ഈ ജിൻസങ് ഉണ്ടായിരിക്കണം. കാരണം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ജിൻസങ് റൂട്ട് ഞാൻ കാണണമെന്ന് പറഞ്ഞത് ഈ ജിൻസങ്ങിന്റെ ഒരു ഇൻഡിക്കേഷൻ തന്നെ അങ്ങനെയാണ്. അതിന്റെ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ അത് 2 കാല് പോലെ ഇരിക്കും. അതായത് നമ്മുടെ അര മുതൽ താഴോട്ടുള്ള 2 കാലില് എങ്ങനെ 2 കാലിരിക്കുന്നു അതുപോലെയാണ് ജിൻസങ്ങിന്റെ റൂട്ട് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഇൻഡിക്കേഷൻ ഈസ് ബിലോ ദ ഹിപ്പ്. പെൽവിസും ലോവർ ലിംബിലും എന്തൊക്കെ കംപ്ലൈൻറ്റ്സ് വരുന്നു അവിടെയൊക്കെ ഈ ജിൻസങ് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നടുവേദന, ലംബഗോ. The shape of the root itself indicates its action on the pelvis and lower limb. ആ രീതിയിൽ നിങ്ങൾ അതിനെ റിലേറ്റ് ചെയ്യണം. ഈ ജിൻസങ് എല്ലാവരും ഗൂഗിൾ പോയിട്ട് അത് എവിടെ നിന്നാണ് എടുക്കുന്നതെന്നുള്ളത് നിങ്ങൾ നോക്കണം. അത് കണ്ടുവച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ അത് നിലനിർത്താനായിട്ട്. സോ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ബാക്ക് ഏക്ക്, ലംബഗോ ആൻഡ് ദ കംപ്ലൈൻറ്റ്സ് ഓഫ് ലോവർ ലിം. നമ്മൾ സ്പൈനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സെക്രൽ നെർവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ലംബാർ നെർവ്സ് മുതൽ താഴോട്ട് വരുന്ന ഏത് നെർവ് കംപ്ലൈൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജിൻസങ് ഉപയോഗിക്കാം. ഇറ്റ്സ് എ സ്പെസിഫിക് റെമഡി ഫോർ ലംബഗോ, സയറ്റിക് ആൻഡ് ക്രോണിക് റുമാറ്റിസം, പെയിൻ ഇൻ റൈറ്റ് ലോവർ ലിം ഫ്രം ദ ഹിപ്പ് ടു ബിഗ് ടോ, ക്രാംസ്, ലാൻസിനേറ്റിംഗ് പെയിൻ, റൈറ്റ് ടാസൽ ജോയിന്റ് ഈസ് അഫക്റ്റഡ്. യൂസ്ഫുൾ ഇൻ നെർവസ് പ്രോസ്ട്രേഷൻ ആൻഡ് സെറിബ്രൽ അനീമിയ. അപ്പം ബ്രെയിൻ അഫക്ഷനും ജിൻസങ് നല്ലതാണ്. ടിഞ്ചർ ഒരു 10 ഡ്രോപ്സ് വെച്ചിട്ട് 3 നേരം, രാവിലെ ഉച്ചയ്ക്ക് രാത്രിയിൽ. നിങ്ങൾക്ക് വേറെ ഇൻഡിക്കേറ്റർ മെഡിസിൻ ഒന്നും കിട്ടുന്നില്ല. ഇതുപോലെ നടുവേദനയായിട്ട് വന്നു, ഒരു മരുന്ന് പെട്ടെന്ന് കത്തുന്നില്ല, വെറുതെ ജിൻസങ് കൊടുത്തുവിടുക. ഒന്നും നിങ്ങൾ നോക്കണ്ട, വെറുതെ ജിൻസങ് കൊടുത്തുവിടുക. അതിന്റെ കൂടെ നിങ്ങൾക്ക് ആലിഫോസ് വേണമെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാം, മാക്ഫോസ് പ്രിസ്ക്രൈബ് ചെയ്യാം, കൽക്കേരിയ ഫോസ് പ്രിസ്ക്രൈബ് ചെയ്യാം, നാട്രമോർ പ്രിസ്ക്രൈബ് ചെയ്യാം. ബയോകെമിക്കിന്റെ കൂടെ ജിൻസങ് കൊടുത്തുവിടാൻ ആരും നിങ്ങളെ പിടിച്ച് കെട്ടത്തൊന്നുമില്ല. ധൈര്യമായിട്ട് കൊടുത്തുവിടുക. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നിങ്ങൾ വേണമെങ്കിൽ അത് വർക്കൗട്ട് ചെയ്ത് റെപ്പർട്ടൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ മരുന്ന് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ 1 മാസം പേഷ്യന്റ് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കും. ജിൻസങ് കുടിക്കുമ്പോൾ അതിനൊരു ടോണിക് ഇഫക്റ്റ് കിട്ടുമ്പോഴത്തേക്ക് പേഷ്യന്റ് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടിയായിരിക്കും നെക്സ്റ്റ് ടൈം വരുന്നത്. വേദന ഉണ്ടെങ്കിലും ഡോക്ടറെ എന്തൊക്കെയോ ഒരു സുഖമുണ്ട് അല്ലേ എന്ന് പറഞ്ഞു വരും. തീർച്ചയായിട്ടും ജിൻസങ് പ്രിസ്ക്രൈബ് മറക്കണ്ട, സ്റ്റോക്കിൽ വെക്കാനും മറക്കണ്ട. ഓക്കെ, അടുത്തതാണ് സ്പിരുലിന. കേട്ടിട്ടുണ്ടോ സ്പിരുലിന? കേട്ടിട്ടില്ല. അയ്യോ, ഇത് സെന്റ് ജോർജ് ഒക്കെ മാർക്കറ്റ് ചെയ്യുന്നത്. സെന്റ് ജോർജ് ഫാർമസിയിൽ സ്പിരുലിന എഴുതി ചോദിച്ചാൽ മതി. ടിഞ്ചറും 1x-ഉം 2x-ഉം 3x-ഉം ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഡോക്ടറെ അതിന്റെ പേര് പറഞ്ഞതിലുള്ള മിസ്റ്റേക്കാ, സ്പൈറുലിന എന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ സംശയം എല്ലാവർക്കും സ്പൈറുലിന എന്ന് പറയുമ്പോ കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല. ഇത് ഒരുപാട് എനിക്ക് വന്ന ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗുകാർ ഒരു കാലത്ത് ഈ സ്പൈറുലിന പൗഡർ ഒരുപാട് മാർക്കറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ഡോക്ടർക്ക് പ്രത്യേകിച്ചും അനിൽ ഡോക്ടർക്ക് അറിയായിരിക്കും. ഇഷ്ടംപോലെ മാർക്കറ്റിംഗ് ഉള്ളതാണ് സാധനം. ഒരു കാലത്ത് ഇതിന്റെ വലിയ കച്ചവടം നടന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ ക്ലിനിക്കുകൾ പലരും വന്നിട്ട് ഇത് പേഷ്യൻസിന് കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു പച്ചപ്പൊടി, പച്ച നിറത്തിലുള്ള അല്ലേ? ഇതൊരാൾഗയാണ്. ഇറ്റ്സ് എ സ്പൈറോഗൈറ്റ്. സ്പൈറോഗൈറ ഫാമിലിക്കകത്ത് വരുന്ന സാധനമാണ്. അത് വെണ്ണപ്പായൽ എന്ന് അറിയപ്പെടുന്നത്. വെണ്ണപ്പായൽ, അതിനകത്തു നിന്നാണ് ഇത് എടുക്കുന്നത്. ശരിക്കും ഒരു പായലാണ്. അത് പച്ച നിറത്തിലിരിക്കും. അത് ഒരു പൗഡറാണ് ശരിക്കും. അത് ഹോമിയോപ്പതിക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇറ്റ് ഈസ് ഫുൾ ഓഫ് ആന്റി ഓക്സിഡന്റ്. എന്താണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുമ്പം? ഇറ്റ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് മെനി ഡിസീസസ് ഇൻക്ലൂഡിങ് ഹാർട്ട് ഡിസീസ് ആൻഡ് ക്യാൻസർ. അതാണ് ആന്റി ഓക്സിഡന്റ് ഒരു പ്രത്യേകത. എല്ലാ രോഗങ്ങളെയും അത് മാറ്റി നിർത്തുമെന്ന് പറഞ്ഞ ആന്റി ഓക്സിഡൻസ്. അപ്പം ഇറ്റ് റെഡ്യൂസസ് ദ ഡാമേജ് കോസ്ഡ് ബൈ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ കൊണ്ടുണ്ടാകുന്ന ഡാമേജ് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ആന്റി ഓക്സിഡൻസ്. അതിൽ ഈ സ്പിരുലിനയില് ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുന്ന ഈ രീതിയിലാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഒപ്റ്റിമം കാർഡിയോവാസ്കുലർ ഹെൽത്ത് ആൻഡ് may also lower high BP. It helps in enhancing energy level in the body. അപ്പം ഇത് 1x-ഓ 3x-ഓ ഒക്കെ വാങ്ങി വെച്ചിട്ട് along with your prescription, അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് അക്കമ്പനീഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. സോ ഡെഫിനറ്റ് ആയിട്ടും എല്ലാവരുടെയും സ്റ്റോക്കിൽ സ്പൈരുലീനോ എങ്ങനെ വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യുക, അത് വാങ്ങി വെക്കണം. അത് സെന്റ് ജോർജ് ഫാർമസിയിൽ ഈ മെഡിസിൻ അവൈലബിൾ ആണ്.
വാങ്ങി ഫാർമസിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നതേ ഉള്ളൂ. അടുത്തത് ജിങ്കോ ബൈലോബ. ജിങ്കോ ബൈലോബ കേട്ടിട്ടില്ലേ? ഓക്കെ. ജിങ്കോ ബൈലോബ പലപ്പോഴും ഈ നമ്മുടെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ആണ് വന്ന് ഈ മരുന്നൊക്കെ നമ്മൾ പലപ്പോഴും പരിചയപ്പെടുത്തുന്നത്. നമ്മൾ എന്ത് മണ്ടന്മാരാണ് നോക്കണം. കാരണം ഇതിനുള്ള ലിറ്ററേച്ചർ അവൈലബിൾ ആണ്. പിന്നെ ഫാർമസികളിൽ മെഡിസിൻ നേരത്തെ മുതൽ ഇപ്പൊ ഏതാണ്ട് 8,500 മെഡിസിൻസ് എങ്ങാണ്ട് മൊത്തത്തിൽ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ പഠിക്കുന്ന സമയത്ത് ഐസക് സാറിനെ കാണാം, നമ്മുടെ പഴയ റിട്ടയർഡ് പ്രിൻസിപ്പൾ ജോസ് ഐസക് സാറിന്റെ ഫാദറിനെ കാണാൻ പോകുമ്പോൾ സാറ് പറയുന്നത് 50 മരുന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സാർ പറയുന്നത് 50 പോളിക്രസ്റ്റ് മതി നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത്. സാറിന് പലപ്പോഴും പ്രിസ്ക്രിപ്ഷൻസ് എല്ലാം പോളിക്രസ്റ്റ്. അതായത് എവിടെയൊക്കെ നിങ്ങൾ ഏതൊക്കെ മരുന്ന് കൊടുത്താലും ഏറ്റവും അവസാനം ഈ പോളിക്രസ്റ്റ് കൊടുത്തിട്ടേ നിങ്ങൾ ആ കേസ് അവസാനിപ്പിക്കൂ എന്ന സാർ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അതൊരു കാലം. ഇപ്പൊ 50 മരുന്ന് കൊണ്ട് പോയിട്ട് 500 മരുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? കാരണം അത്ര കോംപ്ലിക്കേറ്റഡ് കേസുകളാണ് നമ്മൾ തേടിയെത്തുന്നത്. വെറുതെ എങ്കിലും ഒന്ന് വന്ന് നോക്കിക്കളയാം. മനസ്സിലായില്ലേ? പലപ്പോഴും പല ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞ് ആയുർവേദവും അലോപ്പതി ഒക്കെ കഴിഞ്ഞ് ഇനി എന്തെന്ന് ചോദിക്കുക പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്നതേ. അപ്പം അവന് ഏതാണ്ട് കുഴിമാടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഹോമിയോപ്പതി കഴിച്ചങ്ങ് പോകാമെന്ന് പറഞ്ഞാണ് വരുന്നത്. ആ അവസ്ഥയിൽ ഇവരെ കുറച്ചു കാലം കൂടിയൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വിദ്യകൾ പ്രയോഗിച്ചേ പറ്റൂ. അപ്പൊ ജിങ്കോ ബൈലോബ ഇല്ലാതെ പ്രത്യേകിച്ച് ബ്രെയിൻ ഡിസീസ്. അപ്പം ആൽഷിമോസിന് ഒന്നാന്തരം മെഡിസിനാണ്. ഞാൻ ഇത് പല പേഷ്യൻസിനും കൊടുക്കാനുണ്ട് കേട്ടോ. ആൽഷിമോസ് എല്ലാവരും ഓർത്തു വെച്ചോ. ആൽഷിമോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജിങ്കോ ബൈലോബ വെറുതെ 10 തുള്ളി വീതം 3 നേരം ഒരു 6 മാസം റെഗുലറായിട്ട് കൊടുത്തു നോക്കിയോ, അവരുടെ കംപ്ലീറ്റ് നേച്ചറിൽ വ്യത്യാസം വരും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നവർ വീട്ടിൽ തന്നെ ഇരിക്കും. അച്ഛനെ മക്കളെ തിരിച്ചറിയാൻ പറ്റാത്തവര് മക്കളെ കാണുമ്പോൾ പുഞ്ചിരിച്ചു തുടങ്ങും. അതുപോലെ 1, 1, 2 പറയാൻ പറ്റാതിരുന്നവര് അവര് കണക്കുകൾ കൂട്ടി തുടങ്ങും. ജിങ്കോ ബൈലോബ ആൽഷിമേഴ്സിന്റെ ഒന്നാന്തരം മെഡിസിൻസ് ആണ്. ഇതും ഒരു ഫ്രഷ് ലീഫാണ് ഈ ജിങ്കോടെ. അതൊരു മരമാണ്. ആ മരത്തിന്റെ ഫ്രഷ് ലീഫിൽ നിന്നാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. blood flow to the increases mental alertness and boost memory. അപ്പം അൽഷിമേഴ്സിന്റെ കറക്റ്റ് ഇൻഡിക്കേഷൻ ആയി. ആൻഡ് സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ദാറ്റ് കൺട്രോൾസ് പ്രിമച്വർ ഏജിങ് ആൻഡ് സെനൈൽ ഡിമെൻഷ്യ. വീണ്ടും വന്നു സെനൈൽ ഡിമെൻഷ്യ. അവിടെ വീണ്ടും അൽഷിമേഴ്സിന് 3 ഇൻഡിക്കേഷനെ കാണിക്കുന്നത്. അപ്പൊ പ്രായം കണ്ട ഉണ്ടായിരുന്നുണ്ടെങ്കിൽ 40 കഴിഞ്ഞവരെല്ലാം കഴിച്ചു തുടങ്ങിക്കൊള്ളൂ ജിങ്കോ ബൈലോബ. ഡെയിലി ജിങ്കോ ബൈലോബ എല്ലാ ദിവസവും 10 തുള്ളി വീതം ഡെയിലി ഉപയോഗിക്കാമെങ്കിൽ വളരെ നല്ലത്. 100 പേരായിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ 100 പേര് തികഞ്ഞിരിക്കുകയാണ്. ഐ ആം വെരി ഹാപ്പി. കാരണം ഞാൻ ഇംഗ്ലീഷ് സെഷൻ നോക്കിയപ്പോൾ ഏതാണ്ട് 23 പേരായിരിക്കുന്നത്. ഞാൻ സങ്കടപ്പെട്ടാ വന്നേ. പക്ഷേ നമ്മൾ മലയാളം ഫോറം കൂടുതൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ആൾക്കാർ വരുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഓക്കെ. അപ്പൊ ജിങ്കോ ബൈലോബയുടെ ജിസ്റ്റ് കഴിഞ്ഞു. അടുത്തതായിട്ട് അശ്വഗന്ധ. അശ്വഗന്ധ ഇച്ചിരി വലിയ മെഡിസിൻ ആണ് അല്ലെ. വിത്താനിയ സോംനിഫറ എന്നറിയപ്പെടുന്നതാണ് അശ്വഗന്ധ. ഇറ്റ് ഈസ് പ്രിഫർ ഓൺ ദ റൂട്ട് ഓഫ് ഇന്ത്യൻ ജിൻസങ് എന്ന ഈ അശ്വഗന്ധ ഇന്ത്യൻ ജിൻസങ് എന്നൊരു പേരുകൂടി ഉണ്ട് കേട്ടോ. Vithania. It is a great mental tonic. It acts like magic in slowly advancing mental inertia, imbecility with loss of comprehension and expression. Useful for loss of memory. ഇതും നമുക്ക് നമ്മുടെ ജിങ്കോ ബൈലോബയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ജിങ്കോ ബൈലോബയുടെ കൂടെ, കാരണം ടിങ്ചേഴ്സ് ആണ്. ഇതൊക്കെ കഴിയുന്നത്ര ലോ പൊട്ടൻസി ഉപയോഗിച്ചാലാണ് ഇതിന്റെ ഒരു ഫിസിയോളജിക്കൽ ആക്ഷൻ കിട്ടുന്നത് കേട്ടോ. ഇറ്റ് ഇംപ്രൂവ്സ് ജനറൽ anemia. It increases the production of blood cells and platelets. പ്ലേറ്റ്ലെറ്റ് കൂടാനായിട്ട് നമുക്കറിയാം യുപ്പറ്റോറിയം പെർഫോളിയേറ്റം നമ്മളെ സഹായിക്കുന്നുണ്ട് ഇപ്പൊ പ്ലേറ്റ്ലെറ്റ് കൂടാനായിട്ട്. അതായത് നമ്മുടെ
ഡെങ്കു ഫീവറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ പോകുന്നതാണ് യൂപ്പറ്റോറിയം. അതിന്റെ കൂട്ടത്തിൽ അശ്വഗന്ധ ടിങ്കുറിൽ കൊടുത്തു, ഒരു കുഴപ്പമില്ല, ടോണിക്കാണ്. ഇറ്റ് ഡിമിനിഷസ് റേറ്റ് ഓഫ് ഏജിങ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആന്റി ഏജിങ് റെമഡി. വീണ്ടും പ്രായമാകാതിരിക്കാൻ വേണ്ടി അശ്വഗന്ധ കൊടുക്കാം. ഇറ്റ് സപ്പോർട്ട്സ് സ്പോർട്സ്മാൻ ഫോർ വൈറ്റാലിറ്റി ആൻഡ് വിഗർ. ഓട്ടക്കാര് അശ്വഗന്ധ ഉപയോഗിച്ചിട്ട് ഓടാം, മനസ്സിലായില്ലേ, ഓട്ടത്തിന്റെ സ്പീഡ് കൂടും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു പേഴ്സൺ ഹു ആർ അഡിക്റ്റഡ് ടു സെഡേറ്റീവ്സ് ആൻഡ് നാർക്കോട്ടിക്സ്. ഡി അഡിക്ഷൻ സെന്ററിൽ അശ്വഗന്ധ, അവിനാസറ്റേവ, ഡാമിയാനൊക്കെ ഓഫൺ യൂസ് ചെയ്യുന്ന ഡി അഡിക്ഷൻ സെന്ററുകളിൽ. കാരണം ദാറ്റ് വിൽ ഹെൽപ്പ്, ക്യാൻ ന്യൂട്രലൈസ് വിത്ത് മാസീവ് ഡോസസ് 60 ഡ്രോപ്സ് അലോങ് വിത്ത് അവിനാസറ്റേവ. ഞാൻ പറഞ്ഞല്ലോ, ഡി അഡിക്ഷന് വേണ്ടി നിങ്ങളൊരു ടോണിക് ഇത് രണ്ടും അശ്വഗന്ധയും അവിനാസറ്റേവയും കൂടി കൊടുത്തു നോക്കിക്കോ. ഈ ഡി അഡിക്ഷനിൽ പലപ്പോഴും നമുക്ക് നെക്സോമിക്ക അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് ഒക്കെ ഡി അഡിക്ഷന് വേണ്ടി നമ്മൾ ഓഫൺ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ പൊട്ടൻസി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ റൂട്ട് ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഈ അവിനാസറ്റേവ, അശ്വഗന്ധയൊക്കെ ഉപയോഗിച്ച് റൂട്ട് ക്ലിയർ ആക്കിയതിനു ശേഷം നിങ്ങൾ പൊട്ടൻസീസിലേക്ക് കയറിക്കോ. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ്. ഓക്കെ, ലെസിത്തിൻ. ലെസിത്തിൻ ഒരു ടോണിക് ആണെന്ന് അറിയാമോ? അനീമിയക്ക് കൊടുക്കും. അനീമിയക്ക് കൊടുക്കുക. കാരണം ലെസിത്തിന് ഞാൻ എങ്ങനെയാ ലെസിത്തിൻ പഠിക്കുന്ന അറിയാവോ? എന്റെ തിരുവനന്തപുരം ക്ലിനിക്കില് പാലക്കാട് നിന്നൊരു ഡോക്ടർ ഉണ്ട്, പേര് പറയുന്നില്ല. ഡോക്ടർ മാരേജ് കഴിഞ്ഞിട്ട് ഒരു 5 വർഷമായി, കുട്ടികളില്ലായിരുന്നു. അവസാനം പിന്നെ എൻ്റെ ക്ലിനിക്കിലായിരുന്ന ഒരു ആ കോവിഡ് സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഡോക്ടർ പാലക്കാട്ടേക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞു. അപ്പൊ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ കുട്ടികളില്ല, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തിരുവനന്തപുരത്തെ 1-2 സെന്റേഴ്സിന്റെ പേര് പറഞ്ഞു, അവിടെയൊക്കെ പോയി. ലാസ്റ്റ് എന്നെ കൊണ്ടുവന്ന് ഒരു വലിയൊരു ലിസ്റ്റ് കൊണ്ട് കാണിച്ചു. ഇത്രയും ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞിരിക്കുന്നു, ഇത്രയും മരുന്നുകൾ കഴിക്കുക, ഒരു 10-30,000 രൂപയുടെ മരുന്നും ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കൂടി ഉണ്ട്. അപ്പൊ ഡോക്ടർ PG എടുത്ത ഡോക്ടറാണ്, ഹോമിയോപ്പതി മെഡിസിൻ റെഗുലറായിട്ട് ഇൻഫെർട്ടിലിറ്റിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറാണ്. അപ്പം മനസ്സും എടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഈ മരുന്നൊന്നും കഴിക്കാൻ വയ്യ, ഈ അലോപ്പതി മരുന്ന് കഴിച്ചാൽ എൻ്റെ ഉള്ള ആരോഗ്യം കൂടി പോകും, ഡോക്ടർക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യണോ, ഞങ്ങൾ അങ്ങ് നാട്ടിലേക്ക് പോവാ എന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, കേസ് എടുത്ത് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒന്നും അപ്പൊ ഞാൻ മെനക്കെട്ടില്ല. അപ്പൊ ഏതായാലും ഡോക്ടറെ ഒരു പണി ചെയ്യും, ഡോക്ടർ അവിനാസറ്റേവ ടിഞ്ചർ ഒരു 10 തുള്ളി വീതം 3 നേരം കഴിക്കുക. അതിന്റെ കൂട്ടത്തിൽ ലെസിത്തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പ്രിപ്പയർ ചെയ്യുന്ന, കാരണം ഞാൻ നമ്മുടെ ബോറിക്ക് എടുത്ത് വെച്ച് ലെസിത്തിൻ എല്ലാവരും ഒന്ന് വായിക്കണം. അതിന്റെ എവിടുന്നാണ് ഈ ലെസിത്തിൻ കിട്ടുന്നത് മനസ്സിലായില്ലേ? കാരണം ലെസിത്തിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദി വൈറ്റൽ. അത് എടുക്കുന്നത് യോക്ക് ഓഫ് എഗ് ആൻഡ് ആനിമൽ ബ്രെയിൻ അല്ലേ? പ്രിപ്പയർഡ് ഫ്രം ദ യോക്ക് ഓഫ് എഗ് യോക്കിൽ നിന്നും ആനിമൽ ബ്രെയിൻ. ഏത് ആനിമലിന്റെ ബ്രെയിൻ ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, അത് ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നവരുടെ ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. എനിവേ ബോറിക്ക് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണേലും ഈ 2 പ്രോഡക്റ്റിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. ഫോസ്ഫറസ് കണ്ടെയ്നിങ് കോംപ്ലക്സ് അത്രയും ഉണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദി വൈറ്റൽ പ്രോസസ് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ ഓർഗാനിസംസ്. ഇറ്റ് ഇംപ്രൂവ്സ് ന്യൂട്രീഷൻ ആൻഡ് ജനറൽ ഇംപ്രൂവ്മെന്റ്. ഇറ്റ് ഈസ് a remedy for impotency, sexually weak and ovarian insufficiency. ഇത്രയും ബോർക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒവേറിയൻ ഇൻസഫിഷ്യൻസി ഉണ്ട്, സെക്സ്വൽ വീക്ക്നെസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എടുക്കുന്ന പിന്നെ സോഴ്സ് എന്ന് പറയുന്ന എഗ് യോക്കും ആനിമൽ ബ്രെയിനുമാണ്. അപ്പൊ ഇത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഞാൻ ഈ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, അവിനാസറ്റേവ ടിഞ്ചർ 3 നേരം, ഈ ലെസിത്തിൻ 1x ആണ് പറഞ്ഞോ, 1x ആണോ 3x ആണോ? 3x ആണെന്ന് ടാബ്ലറ്റ് 3x ആണ്. രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഓരോ ടാബ്ലറ്റും കഴിച്ചു ഡോക്ടറെ. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല, ഒരു ടോണിക്കാണ് ഇത്, 2 ടോണിക് ഇഫക്റ്റ് ആണ്. വെറുതെ ഒന്ന് കഴിച്ചു നോക്ക്. എന്തായാലും ഇത് ടിഷ്യൂ ബിൽഡിംഗ് പ്രോസസ്സിനെ സഹായിക്കുന്ന സാധനങ്ങളാണ് ഇത് 2 എന്ന് പറഞ്ഞു വിട്ടു. 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഡോക്ടറെ ഐ ആം പ്രഗ്നന്റ്. ഞാൻ എങ്ങനെ ലെസിത്തിൻ എൻ്റെ സ്റ്റോക്കിൽ വാങ്ങിച്ചു വെക്കാതിരിക്കും? വെറുതെ നാട്ടിൽ പോകാൻ പോയ ഡോക്ടർ പ്രഗ്നന്റ് ആയിട്ടാണ് വീട്ടിൽ പോയത്. ഇത് സംഭവിച്ചതാണ്, മനസ്സിലായില്ലേ? അപ്പം അവിനാസറ്റേവ കൊടുത്താൽ
പ്രഗ്നന്റ് ആവുമോ, ലെസിത്തിൻ കൊടുത്താൽ പ്രഗ്നന്റ് ആവുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. കാരണം ഇത് സംഭവിച്ച കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചേ? 7-ാം മാസത്തില് ബേബിക്ക് 7 മാസം ഉള്ളപ്പോഴത്തേക്ക് വീണ്ടും ആ ഡോക്ടർ വീണ്ടും പ്രഗ്നന്റ് ആയി. അതാണ് വേറൊരു അക്രമം. അപ്പൊ ഇതും സംഭവിച്ചതാണ് കേട്ടോ. അപ്പൊ 7th മന്തിൽ വീണ്ടും അടുത്ത ക്യാരിങ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. അത് ലെസിത്തിന്റെ ഇഫക്റ്റ് അല്ല, അതൊരു നാച്ചുറൽ പ്രോസസ് ആയിരുന്നു. എനിവേ അവിന സറ്റേവയെ ലെസിത്തിനും ഹെൽപ്പ് ചെയ്തു എന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. സോ ആ ഒരു ഇൻഡിക്കേഷൻ ഞാൻ ഈ അവസരത്തിൽ പെട്ടെന്ന് ഓർത്തപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ. ഓക്കെ, അതാണ് ലെസിത്തിൻ. ഇപ്പോൾ ലെസിത്തിൻ 3x സ്റ്റോക്ക് ചെയ്യുക, അവിന സറ്റേവ ടിങ്ചർ സ്റ്റോക്ക് ചെയ്യുക. റുട്ടീനായിട്ട് നിങ്ങൾ ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ സാധാരണ മരുന്നുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുത്ത് നിങ്ങൾ തളർന്നുവെങ്കിൽ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, അടുത്തത് ഡാമിയാന. അതും ഒരു ടോണിക്കാണെന്ന് എല്ലാവർക്കും അറിയാം. നല്ല വിലയാണ് ഡാമിയാനക്കൊക്കെ, ടിങ്ചറിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. അത് 500 രൂപയ്ക്ക് മുകളിലോട്ടൊക്കെ കൊടുക്കേണ്ടി വരും ഒരു 100 ml ഒക്കെ കിട്ടണമെങ്കിൽ. വാങ്ങിച്ചു വെക്കണം. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, ഒരു ഇൻഫെർട്ടിലിറ്റി കേസ് വന്ന് നിങ്ങൾക്ക് 10,000, 2,000, 10,000, 3,000 ഒക്കെ വാങ്ങിക്കാമല്ലോ. 500 രൂപയുടെ മരുന്ന് കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. അതിന്റെ വേറൊരു പേരാണ് ടെർണേറ, അല്ലേ? സെക്സ്വൽ ന്യൂറാസ്റ്റീനിയ, ഫറ്റീഗ് ഫ്രം ഫിസിക്കൽ, മെന്റൽ ഓർ സെക്സ്വൽ ഓവർവർക്ക്, ഇംപൊട്ടൻസ് ഇൻ മെയിൽ ആൻഡ് ഫ്രിജിഡിറ്റി ഇൻ ഫീമെയിൽസ്. അതാണ് ഡാമിയാന. അതും മറ്റ് മെഡിസിൻസിന്റെ കൂടെ, പ്രത്യേകിച്ചും അവിന സറ്റവയുടെയും അശ്വഗന്ധയുടെ ഒക്കെ കൂടെ ഈ ഡാമിയാനെ ഉപയോഗിക്കാം. അത് ടിങ്ചറാണ് കഴിയുന്നത്ര ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. ലോ പൊട്ടൻസി വേണം ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ കൊടുക്കാനായിട്ട്. അടുത്ത് ബ്രഹ്മി. എല്ലാവർക്കും അറിയാവുന്നതാണ്. ബ്രഹ്മി എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബ്രഹ്മി നിങ്ങൾ ഒരു ആഴ്ചയോ 1 മാസം ഉപയോഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ 5-6 മാസം റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കണം. കുട്ടികൾക്കൊക്കെ പഠിക്കാൻ മണ്ടന്മാരാണ്, അല്ലെങ്കിൽ മെമ്മറി കുറവാണെന്നൊക്കെ പറഞ്ഞ് വരുന്നവർക്ക് ബ്രഹ്മി രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ ഓരോ ഡോസ് വെച്ചിട്ട് നിങ്ങളൊരു 3 മാസമോ 5 മാസമോ 6 മാസം ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അതിന്റെ ഒരു ഇഫക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ അവിന സറ്റേവ കൊടുക്കാം, അതിന്റെ കൂട്ടത്തിൽ അശ്വഗന്ധ കൊടുക്കാം, ഡാമിയാന കൊടുക്കുക. ഇതെല്ലാം അതിന്റെ കൂട്ടത്തിൽ ബ്രഹ്മി കൊടുത്ത ഇംപയർഡ് മെമ്മറി ആൻഡ് ആബ്സെന്റ് മൈൻഡഡ്നെസ്. അപ്പം അതും മറക്കണ്ട. ഇതെല്ലാം നമ്മുടെ ടോണിക് ഗണത്തിൽ തന്നെ കിടക്കുന്ന സാധനങ്ങളാണ്. അടുത്ത ഡ്രഗ് കണ്ടല്ലോ, ടെത്തലിൻ. കേട്ടിട്ടുണ്ടോ? ടെത്തലിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എല്ലാവർക്കും ഉണ്ടല്ലോ. ആന്റീരിയർ പിറ്റ്യൂട്ടറി, മനസ്സിലല്ലേ? ആന്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. എന്തെങ്കിലുമൊക്കെ കമന്റുകൾ വരണം കേട്ടോ. 100 പേര് ഇപ്പോഴും ഉണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറി, prepared from the anterior lobe of the pituitary gland. It promotes the quick development and growth of the body. മെലിഞ്ഞ് ശുഷ്കിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിള്ളേരൊന്നും വണ്ണം വെക്കുന്നില്ല എന്ന് വന്ന് പറയുന്നു. അല്ലെങ്കിൽ ആഹാരം കഴിച്ചിട്ട് അവൻ നന്നാകുന്നില്ല എന്ന് ആരെങ്കിലുമൊക്കെ വന്ന് പറയും. നമ്മൾ സാധാരണ അയഡം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുമല്ലോ. അയഡം നിങ്ങൾ കൊടുത്തോ? അയഡം കൊടുത്തിട്ട് അയഡം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടെത്തലിൻ 1x എന്ന് കൊടുത്തു നോക്കിയേ. തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ആൽഫാൽഫ ടിങ്ചറും, അല്ലെങ്കിൽ ഒരു അവിന സറ്റേവ ടിങ്ചറും, ഒരു ബ്രഹ്മി ടിങ്ചറും ടാത്തലിന് കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെട്ടില്ലേ? അവൻ ബുദ്ധിമാനായിട്ട് വരുമല്ലോ. വണ്ണം വെച്ച് നല്ല മിടുക്കനായിട്ട് നല്ല ആരോഗ്യമുള്ള മനസ്സും ശരീരവുമായിട്ട് വരും അല്ലേ ടാത്തലിൻ. പ്രത്യേകമായി നിർത്തേണ്ട സമയം പറയണം, ഡിസ്കഷൻ വേണം. കാരണം ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം കുറെ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാനുണ്ട്. എനിക്ക് പലരും പഠിക്കാനുണ്ട്. പല ടോണിക്കുകളും നിങ്ങളുടെ മനസ്സിലിരിപ്പുണ്ട്. അത് ഷെയർ ചെയ്യുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഞാൻ പകുതിയാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടല്ലോ. മറിയമ്മേടെ പറയണേ. ഇനി എത്ര ഉണ്ട് സാറേ? ഇത് തീരില്ല. കാരണം ഒരു 4-5 ഡ്രഗ് കൂടി വരുന്നുണ്ട്. അത് 5 മിനിറ്റ് കൊണ്ട് തീരുകയല്ലേ? ഓക്കെ, 5 മിനിറ്റ് കൂടി നമുക്ക് എടുക്കാം അല്ലേ? 5 മിനിറ്റ് കൊണ്ട് എടുക്കാം. ഓക്കെ, ഇപ്പോഴും ആൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഗ്ലിസറിനം
prepared from glycerol. വില്യം ബി ഗ്രിഗർ, അതാണ് അദ്ദേഹമാണ് ഈ ഗ്ലിസറിനം നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. യൂസ്ഡ് ഇൻ മരാസ്മസ്, ഡെബിലിറ്റി ബോത്ത് മെന്റൽ ആൻഡ് ഫിസിക്കൽ. മരാസ്മസ്, ഡെബിലിറ്റി ബോത്ത് മെന്റൽ ആൻഡ് ഫിസിക്കൽ. വില്യം ബി ഗ്രിഗർ അദ്ദേഹമാണ് ഇത് ഹോമിയോപ്പതിയിലേക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. മരാസ്മസ് പലപ്പോഴും പിന്നെ വെയിറ്റ് ലോസ് അല്ലെ, വെയിറ്റ് ലോസ് ഉള്ള കുട്ടികൾക്ക് ഗ്ലിസറിനം 1x അല്ലെങ്കിൽ 3x കൊടുക്കാമെങ്കിൽ അവർക്ക് ബോഡി ബിൽഡിംഗ് നടക്കും കേട്ടോ, മസിലൊക്കെ വരും, അബ്സോർപ്ഷൻ കൂടും. അബ്സോർപ്ഷൻ കൂടുമ്പോൾ ഞാൻ പറഞ്ഞു അവിനസെറ്റ് നിങ്ങൾ മറക്കരുത്, ആൽഫ മറക്കരുത്. ആൽഫ ടിഞ്ചർ കൊടുത്തു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ വളരെയധികം കൂടുന്നതാണ്. നെക്സ്റ്റ് ഈസ് സബൽ സെറുലേറ്റ. സബൽ സെറുലേറ്റ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. നമ്മളെല്ലാവരും പ്രോസ്റ്റേറ്റ്, ബിനൈൻ ഹൈപ്പർട്രോഫി ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് സബൽ സെറുലേറ്റ നമ്മൾ പലപ്പോഴും അപ്പൊ ഇത് പലപ്പോഴും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകും. പറഞ്ഞേ നെറ്റ് പ്രോബ്ലം കേട്ടില്ലേ? ഇപ്പോഴും കേട്ടിട്ടില്ല. കേട്ടില്ല. നെറ്റ് പ്രോബ്ലം ഉണ്ട് സർ. ഹലോ, കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. Okay. Sabal salata. Sabal salata is prepared from the fresh, ripe fruit of Sopameto growing luxuriantly near sea. അപ്പൊ ഇത് കടൽ തീരത്ത് വളരുന്ന ഒരു ചെടിയാണ്. അവിടെ നിന്നാണ് ഈ സബൽ സെർലേറ്റ എടുക്കുന്നത്. അപ്പം പലപ്പോഴും ഈ മാമറി ഗ്ലാൻഡ് ഡെവലപ്മെന്റ് പലപ്പോഴും ലേഡീസ് വളരെ ഡെസ്പറേറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അലോങ് വിത്ത് അതർ ടോണിക്സ് നിങ്ങൾക്ക് ആൽഫ അല്ലെങ്കിൽ അബിനസറ്റീവ അങ്ങനെയുള്ള മെഡിസിൻ കൊടുക്കുന്ന കൂട്ടത്തില് ഈ സബൽ സെർലേറ്റ കൂടി കൊടുക്കാമെങ്കിൽ സോ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ദം. അതും ഒരു ടോണിക് ആയിട്ട് തന്നെ ടിഞ്ചർ തന്നെ കൊടുക്കണം കേട്ടോ. ടിഞ്ചർ കൊടുക്കുമ്പോഴത്തേക്കാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കണ്ടീഷൻ കൊടുത്തപ്പോൾ 3 നേരം രാവിലെ ഉച്ചയ്ക്ക് രാത്രി തന്നെ കൊടുക്കണം കേട്ടല്ലോ. ഞാൻ എളുപ്പം ഓടിച്ചു വിടുവാണ്. പാസിഫ്ലോറ നമുക്ക് ഉറക്കത്തിന്റെ ടോണിക്കാണല്ലോ പ്രോസസ്, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ? ഉറങ്ങാനായിട്ടുള്ള ടോണിക്കാണ്. ഇന്നും ഒരു പേഷ്യന്റ് ഞാൻ ഈ പാസിഫ്ലോറ കൊടുക്കുമ്പം നിങ്ങൾ 5 തുള്ളി 10 തുള്ളി കൊടുത്ത് പിശുക്കാനൊന്നും നിന്നേക്കരുത്. ബോറിക്ക് പറയുന്നത് 50 തുള്ളി മുതൽ 60 തുള്ളി വരെ കൊടുക്കണമെന്നാണ്. നിങ്ങൾ ക്ലിനിക്കിൽ ഇരുത്തി തന്നെ ഉറക്കണമെങ്കിൽ 60 തുള്ളി ഒഴിച്ച് കൊടുത്തിട്ട് അവിടെ ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ മതി, തൂങ്ങുന്ന കാണായിരുന്നു. അപ്പം ഇത് ഈ മെന്റൽ പേഷ്യൻസിന്റെ ഉണ്ടല്ലോ, നമ്മുടെ ഇൻസോമിനിയ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ആക്ഷൻ കിട്ടണമെന്നില്ല. അതല്ലാതെ ഇപ്പൊ ഉറക്കക്കുറവുള്ള ആൾക്കാർ വരും നിങ്ങളടുത്ത്, അവരുടെ പെട്ടെന്നുള്ള സ്ട്രെസ്സോ യാത്രയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അക്യൂട്ടായിട്ട് ഉണ്ടാകുന്ന പിന്നെ ആവശ്യങ്ങൾ വന്നിട്ട് അവർക്ക് ഉറക്കക്കുറവ് വരും. അങ്ങനെയുള്ളവരിലാണ് പാസോള പെട്ടെന്ന് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഈ ഒരു ഇമോഷണൽ മെന്റൽ ഡിസീസുമായിട്ട് വന്നിട്ട് ഉറക്കക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പാസ്ഫ്ലോറ കൊടുത്ത വർക്ക് ചെയ്യത്തില്ല. അതും നിങ്ങൾ ഒരു നല്ല എബവ് 40 ഡ്രോപ്സ് എങ്കിലും കൊടുക്കണം അറ്റ് എ ടൈം. അത് ചിലപ്പോൾ ആണെങ്കിൽ അരമണിക്കൂർ ഇടവിട്ട് കൊടുക്കേണ്ടി 3-4 നേരം അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ അതിനുള്ള ആക്ഷൻ കിട്ടത്തുള്ളൂ. നിങ്ങൾ ചാർജ് ചെയ്തോണം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് രൂപ 1000 വാങ്ങിച്ചോണം കേട്ടോ. അടുത്തത് അർജുന എല്ലാവർക്കും ഹാർട്ട് ടോണിക്കാണെന്ന് അറിയാം. ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല. കണ്ടെയ്ൻസ് കാൽസ്യം, സോഡിയം, മാഗ്നീഷ്യം ഇൻ പ്രൊപ്പോർഷനേറ്റ് ക്വാണ്ടിറ്റി വിച്ച് ആക്ട്സ് വെരി വെൽ ഓൺ ദി ഹാർട്ട് മസിൽസ്. സോ അർജുന ഹാർട്ട് ടോണിക്കാണ്. എല്ലാ ഹാർട്ട് കംപ്ലയിൻസിനും എലോങ് വിത്ത് ട്രൈപിസിഡിയ എലോങ് വിത്ത് പാസിഫ്ലോറ. പിസിഡിയ അതും
അത് നമ്മുടെ ഡോക്ടർ രഞ്ജീവിന്റെ ഒരു കമന്റ് ഉണ്ട്, പിസിഡിയയും അതിന്റെ കൂട്ടത്തിൽ ട്രൈ ചെയ്യണമെന്ന്. നിങ്ങൾ കമന്റ് ബോക്സിലൂടെ നോക്കിക്കോണേ. കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒത്തിരി ഡോക്ടേഴ്സ് ഇതിനകത്തിരിപ്പുണ്ട്. അവരുടെ ഒരു പ്രാക്ടിക്കൽ നോളജ് കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്ത് വരുന്നുണ്ട്. ഒരിക്കലും നിങ്ങളുടെ പ്രാക്ടീസിൽ കിട്ടാത്ത കാര്യങ്ങളാണ് വളരെ ഷോർട്ട് ടൈമിൽ നമ്മൾ ഇതിവിടെ പറഞ്ഞു തരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇവിടെയുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഒരുപാട് വർഷത്തെ പ്രാക്ടീസ് കൊണ്ട് എക്സ്പീരിയൻസ് ലഭിച്ച ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്യുന്നുണ്ട്. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. എംബ്ലിക്ക ഓഫീസർ ഹെയർ ടോണിക്ക, നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ എംബ്ലിക്കയെ കുറിച്ചിട്ട്. അത് നെല്ലിക്കയാണ്, സാധനം നെല്ലിക്കയാണ്, അമ്ല. അത് മുടിയുടെ ടോണിക്ക. നമുക്കറിയാം, മുടിയിൽ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന മറ്റ് മരുന്നുകൾ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ജബറാൻഡി നമ്മൾ ഉപയോഗിക്കുന്നതല്ല. നരയ്ക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, നര മാറാൻ വേണ്ടി ഉപയോഗിക്കാം. നരയ്ക്കാതിരിക്കാനും നര മാറാനും എംബ്ലിക്ക ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക. ആർക്കും ഒരു ഛേദമില്ല അല്ലേ? നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം ആ ടിഞ്ചർ ഡെയിലി രാവിലെയും വൈകിട്ട് ഒരു 10 ഗുളിക ഉപയോഗിച്ചു, നരയില്ലാതിരിക്കും. സോ ഇറ്റ്സ് ഹെയർ ടോണിക് ഫോർ turning gray hair to black. It is very rich in vitamin C, so used in scurvy, laxity, hemorrhagic disorders. കാരണം vitamin C rich ആണ്, iron rich ആണ്, at the same time calcium rich ആണ് എംബ്ലിക്ക. നമുക്കറിയാം ലിവർ ടോണിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഡസ് എല്ലാവരും പറയുന്നതാണ്. ചെറുഡോണിയവും പിന്നെ കാർഡസും ലിവർ ടോണിക്. യൂട്രൻ ടോണിക് അശോക, ജുനേസിയ അശോക അല്ലേ? യൂട്രൻ ടോണിക് എന്ന് നമ്മൾ പറയും. ഹെയർ ടോണിക് ഞാൻ പറഞ്ഞു, ആർണിക്ക, ജബറാൻഡി, എംബ്ലിക്ക. ഓക്കെ, ഇത്രയും കൊണ്ട് കാൽമിയൊക്കെ ലിവർ ടോണിക് തന്നെയാണ്. ഇനി ഞാൻ ഇതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത ഡിസ്കഷനിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരുടെ അറിവുകൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ നല്ല പ്രയോജനമുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് സാറ് നമുക്ക് തന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ അനുഭവങ്ങളോ പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. സ്ക്രീൻ ഷെയറിംഗ് ഞങ്ങൾ നിർത്താം. ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. 101 പേരുണ്ട്. ഹാൻഡ് റൈസ് ചെയ്ത് നമ്മൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, അനുഭവങ്ങൾ പറയാം. അൻസാർ ഡോക്ടർ എക്സലന്റ് എക്സ്പ്ലനേഷൻ എന്നുള്ള ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. താങ്ക് യു അൻസാർ ഡോക്ടർ. രാജൻ കെ രാജൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. കെ രാജൻ ഡോക്ടറെ. യെസ്, ഏതായാലും യഹിയ ഡോക്ടറെ വീണ്ടും കാണാൻ, പൂർണ്ണ ആരോഗ്യവാനായി കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം. അതുപോലെ ഡോക്ടറെ ക്ലാസ് ഗംഭീരമായിരുന്നു. നമ്മളെ ഓരോ അവയവത്തിനും ഓരോ ടോണിക് ഉണ്ട്. അതാണ് അടിമുടി, ഹെഡ് ടു ഫിറ്റ്. യൂട്രൻ ടോണിക് പറഞ്ഞ പോലെ തലമുടി മുതൽ എല്ലാ അവയവത്തിനും ഓരോ ടോണിക്കുള്ള കാര്യം നമുക്കറിയാം. ഡോക്ടർ പറയാൻ വിട്ടുപോയോ എന്നിട്ട് കാര്യം മാത്രം. കാർഡിയാക് ടോണിക് പറഞ്ഞു, ഹെയർ ടോണിക് പറഞ്ഞു. ബ്രെയിൻ ടോണിക്കിൽ വേണമെങ്കിൽ ശംഖുപുഷ്പം നമുക്ക് ഉൾപ്പെടുത്താം. ശംഖുപുഷ്പത്തിന്റെ ഒരു ടിഞ്ചർ ഉണ്ട്, കോൺവലോവുലസ് ശംഖുപുഷ്പം. ഈ സ്പൈറലുവിനെ ഞാൻ പണ്ട് മുമ്പ് ക്ലാസ് ഈ വേദിയിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ആള് മറന്നുപോയിട്ടുണ്ടാവണമെന്നാണ്. മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ള മരുന്നാണ് സ്പൈറലുവിൻ. കാർഡിയാക് ടോണിക്കിൽ പറഞ്ഞല്ലോ, അർജുന പറഞ്ഞു. നമുക്ക് ആലിയം സെറ്റൈവ കൂടി ചേർക്കാവുന്നതാണ്. ആലിയം സെറ്റൈവ. പിന്നെ യൂട്രൻ ടോണിക്കിൽ ശതാവരിയുടെ ഒരു ടിഞ്ചർ ഉണ്ട്, ആസ്പ്രാഗസ്, ശതാവരി. യൂട്രൻ ടോണിക്കിന്റെ ഒരു അസുഖങ്ങൾ ഉൾപ്പെടുത്താവുന്ന. പിന്നെ ലിവർ ടോണിക്കിന്റെ പറഞ്ഞു, ലിവർ ടോണിക്കായിട്ട് കാൽമേഗ്, വയനാട് നെരൂരി. ലിവർ ടോണിക്കായിട്ട് നമ്മൾ കാൽമേഗ്, കിരിയാത്ത്. ഗാസ്ട്രിക് ടോണിക്കായിട്ട് നമ്മൾ ഉൾപ്പെടുത്താവുന്നതാണ്. വിശപ്പുണ്ടാവാനായിട്ട് കോസിയാമര ടിഞ്ചർ, ജെൻഷിയാന ലൂട്ട, വിശപ്പുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കോസിയ, UUASSI, ജെൻഷിയാന. പിന്നെ കുട്ടികളുടെ കേസിലാണെങ്കിൽ മുത്ത ടിഞ്ചർ നല്ലൊരു എഫക്റ്റീവാണ്. ഗാസ്ട്രിക് ക്രോണിക് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ എല്ലാ അവയവങ്ങൾക്കും ഓരോ ടോണിക് ഉണ്ട് എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇലാബറേറ്റ് ലിസ്റ്റ് ഉണ്ട്. നമ്മുടെ ട്രിബുലസ് ടെറസ്ട്രിസ് ഒരു ഞാനൊരു നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പ്രോസ്റ്റേറ്റിന് വേണ്ടി നമുക്ക് ഒരു ടോണിക്കായിട്ട് പറയാവുന്ന ട്രിബുലസ് ടിഞ്ചർ ഉപയോഗിക്കാം. പിന്നെ മത്തങ്ങക്കുരുവിന്റെ ടിഞ്ചർ നമുക്ക് അവൈലബിൾ ആണ്. കുക്കുബേറ്റ പെപ്പ ഒരു ഒറ്റമൂലിയായിട്ട് മത്തങ്ങക്കുരു എല്ലാവരും ഉപയോഗിച്ചു വരുന്നെങ്കിൽ അതിനൊരു ടിഞ്ചർ നമുക്ക് കുക്കുബേറ്റ പെറ്റ ഈ പ്രോസ്റ്റേറ്റ് ടോണിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വളരെ എഫക്റ്റീവായിട്ട് കാണുന്നത്. പിന്നെ അടിമുടി എല്ലാ ടോണിക്കും ഉണ്ട്. വളരെ മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രം ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട്. അടുത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ വഴിമാറി കൊടുക്കും. മിൽക്ക് സെക്രീഷന് സഹായിക്കുന്ന ഇപ്പൊ മെഡൂസ, നമ്മുടെ ജെല്ലി ഫിഷ് ഉണ്ടല്ലോ, കാസ്റ്റർ ഓയിൽ, റിസിനസ് കമ്മ്യൂണിസ്റ്റ്, മിൽക്ക് പ്രൊഡക്ഷൻ സഹായിക്കുന്ന സാധനങ്ങളാണ്. എർട്ടിക്ക യൂറൻസ്, സ്പൈരാന്തസ് മിൽക്ക് പ്രൊഡക്ഷൻ സഹായിക്കുന്നതാണ്. ഇതൊക്കെ ഇനിയുണ്ട്. ഇതുപോലെ പറയാനാണെങ്കിൽ ഒരുപാട് പല പല വരുന്നുണ്ട്. എല്ലാം കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. വീണ്ടും അടുത്ത സെഷനിൽ കൂടുതൽ ഡ്രഗുകളുമായിട്ട് ഇനി നമ്മൾ വരും. രമ മാഡത്തെ കാണുന്നുണ്ട്. രമ മാഡം, അമ്പാടി മാഡം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. 100 പേര് ഇരിപ്പുണ്ട്. അമ്പാടി മാഡം ഞാൻ പറയട്ടോ? അമ്പാടി മാഡം അമ്പാടി മാഡം പറഞ്ഞിട്ട് പറയാം. അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കോ? ആദ്യം പറഞ്ഞ പോലെ യഹ്യെ കണ്ടതിൽ ഭയങ്കര സന്തോഷം ആദ്യം പറയട്ടെ. പിന്നെ രണ്ടാമത് അൽഫാൽഫ പറഞ്ഞില്ലേ, അൽഫാൽഫയും അരിസ്റ്റലോക്കിയ ടിഞ്ചർ, ഇത് രണ്ടും ഈസ്ട്രജൻ ഇത് കുറവായി കഴിഞ്ഞാൽ അത് നമുക്ക് ലേഡീസിന് കൊടുത്തു കഴിഞ്ഞാൽ ഈസ്ട്രജൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റിക്ക് ഈസ്ട്രജൻ കുറഞ്ഞു പോകുന്നത് ഒരു കോസ് ആണ്. അതിൽ അൽഫാൽഫയും അരിസ്റ്റലോക്കിയ ടിഞ്ചറും കൊടുത്താൽ വളരെ ഇതായിരിക്കും. ബാക്കി പറഞ്ഞതെല്ലാം ഒരുമാതിരി എല്ലാം ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്, ഞാനും ശാന്തയൊക്കെ. പിന്നെ രാജൻ ബാക്കി എല്ലാം കുറെ പറഞ്ഞു. എന്തായാലും രഹ്യ കണ്ടതിൽ രഹ്യോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഹാൻഡ് റൈസ് ചെയ്തതാണ്. പിന്നെ ഈ കാര്യം പറയാനാ, അൽഫാൽഫയും അരിസ്റ്റലോക്കിയ ടീച്ചറും. ഓക്കെ, എന്തോ അൽഫാൽഫയും അരിസ്റ്റലോക്കിയ ടീച്ചർ, അരിസ്റ്റലോക്കിയ ARISTOLACHIA HEA. Take care. നന്ദി മാഡം. ഇനി അനിൽകുമാർ ഡോക്ടർക്ക് സംസാരിക്കാം. പറയട്ടോ? പറയാം സാറേ. പിന്നെ കുർക്കുമ ലോങ്ങ മഞ്ഞളിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ വേരിക്കോസ് അൾസറിന് ഏറ്റവും ബെസ്റ്റ് ആണ്. ഒന്ന്. രണ്ടാമത് നമുക്ക് ഇതിനും കൊടുക്കാം, കൊളസ്ട്രോൾ കുറയ്ക്കാനും കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ 2 മെഡിസിനൂടെ നമുക്ക് ആഡ് ചെയ്യാം. സുംബുൽ പ്ലസ് ഗട്ടേറിയ ഗമോറി. ഗമോറിയും എഫക്റ്റീവ് ആണ് ഇതിന്. എന്താ അതുപോലെ നമ്മള് ഇപ്പം യഹിയ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഒരു കേസുണ്ട്, ഗ്ലിസറിനം വിശപ്പ് കൂട്ടാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. അതിന്റെ കൂട്ടത്തിൽ ട്രൈഗ്ലിസറൈഡ് കുറയാനും സഹായിക്കും. ട്രൈഗ്ലിസറൈഡ് 200 കൊടുത്താൽ ട്രൈഗ്ലിസറൈഡ് കുറയുന്നുണ്ട്. പിന്നെ റോസ്ബേരി ഓപ്ഷനാലിസ് ട്രൈഗ്ലിസറൈഡ് കുറയാൻ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ്. അത് നമുക്ക് മുടി കൊഴിച്ചിലിന് ഉപയോഗിക്കാം. റോസ്ബേരി ഓപ്ഷനാലിസ് ഇപ്പൊ പറഞ്ഞു 8500 അവസാനം 10,000 നമ്മുടെ മെഡിസിൻസ് വരും ഭാവിയിൽ. എല്ലാത്തിനും മെഡിസിൻസ് ഉണ്ട്. അപ്പൊ നമ്മള് സിംഗിളിനോ മറ്റേതിനൊന്നും നമ്മളാരും എതിരല്ല. അത് ചെയ്യേണ്ട കേസുകൾ ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ പേഷ്യൻസിനെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഇപ്പൊ ആയുർവേദം കംപ്ലീറ്റ് കമേഴ്ഷ്യലൈസ് ചെയ്തു. അതുപോലെ ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ പലതിനും റിസൾട്ട് കാണിക്കാൻ സാധിച്ചാൽ ഹോമിയോപ്പതിയുടെ പ്രശസ്തി ലോകം മുഴുവൻ എത്തും. ഇപ്പൊ എല്ലാരും കൂടെ യഹിയ ട്രൈ ചെയ്ത് നോക്കാം. പ്രിൻസിപ്പളിലൊന്നും നമ്മളാരും എതിരല്ല. പ്രിൻസിപ്പളും നടക്കണം, സിംഗിൾ മെഡിസിൻ കൊടുക്കേണ്ടത് കൊടുക്കണം. അതിന്റെ കൂട്ടത്തിൽ ഹോമിയോ മെഡിസിൻസ് കൂടെ ഇതുപോലെ ടിഞ്ചർ ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻസിന് സൂത്തിങ് എഫക്ട് കിട്ടും. എഫക്ട് കിട്ടുമ്പോൾ പേഷ്യൻസ് താഴെ നിൽക്കും. അതുപോലെ എനിക്ക് വേറൊരു അനുഭവം ഉണ്ട്, അശ്വഗന്ധ ടിഞ്ചർ ഞാൻ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. ഭയങ്കര റിസൾട്ടാണ് അശ്വഗന്ധ. അത് വളരെ എഫക്റ്റീവ് ആയിട്ട് ഈവൻ നമ്മുടെ ലിവർ ക്യാൻസർ HCC ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമയ്ക്ക് കൊടുത്തിട്ട് ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്.
അശ്വഗന്ധ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. അതുപോലെയാണ് ഹൈഡ്രാസിസ് പറഞ്ഞത്, അത് ഒരു വണ്ടർഫുൾ ഡ്രഗ് ആണ് ഫോർ ക്യാൻസർ. അതുപോലെ അർജുന ടിഞ്ചർ ഫ്രാക്ചറിന് കൊടുക്കാം, ഫ്രാക്ചറിന്. അതുപോലെ പേനിന് സ്റ്റാഫിസാക്രിയ ടിഞ്ചർ, സബാഡില്ല ടിഞ്ചർ. അതായത് നമ്മുടെ ഒരു 100 ml വെളിച്ചെണ്ണ എടുത്തിട്ട് സബാഡില്ല ടിഞ്ചറോ സ്റ്റാഫിസാക്രിയ ടിഞ്ചറോ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കോതി കളയുക. ഒരു അരമണിക്കൂർ ചെയ്യുമ്പോഴത്തേക്കും പേനിന്റെ ഈരം എല്ലാം അങ്ങ് പോവും, പിന്നെ ഉണ്ടാവത്തില്ല, സുഖമായിട്ട് മാറും. വളരെ എഫക്റ്റീവാണ്. അതുപോലെ കിഡ്നി സ്റ്റോൺസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടിഞ്ചേഴ്സ് തന്നെ ഉണ്ട്. ഹൈഡ്രാഞ്ചിയ, പരേര ബ്രാവ, ബെർബറിസ് വൾഗാരിസ്, ഇത് ഇമാതിരി ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അപ്പൊ ഈ ടിഞ്ചേഴ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിന്റെ കൂട്ടത്തിൽ എഹിയ ഡോക്ടർ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലോ സ്റ്റോൺ, ലൈക്കോപോഡിയം ബാക്കിയുള്ള മെഡിസിൻസ് കൊടുക്കുമ്പോൾ കല്ല് ചാടുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു മേഖലയാണ് ഇത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു കഴിഞ്ഞ ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൊണ്ടയിൽ മുള്ളുകൊണ്ട് ഒരു കേസ്, ഒരു കുടലില് മുള്ളു കൊണ്ടിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ 71,000 രൂപ ചാർജ് ചെയ്തു. നമ്മുടെ വെറും സൈരീഷ്യ 200 2 ഡോസിൽ പോവും മുള്ളു. നമ്മുടെ സെക്രട്ടറിയുടെ മുള്ളു തന്നെ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. അപ്പൊ ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ഒരു വലിയ അത്ഭുത ശാസ്ത്രമാണ്. എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്. നന്ദി അനുപമ ഡോക്ടർ. നമുക്ക് ഹരിഹരൻ സാർ പറഞ്ഞിട്ടുണ്ട് പുനർനവയെ കുറിച്ച്. പുനർനവ ഒരു അതൊക്കെ അടുത്ത എഡീഷനിൽ വരും. ഡോക്ടറുടെ അടുത്ത എഡീഷനിൽ ബാക്കി ഭാഗങ്ങൾ വരും. ഇത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ് കൂടെ വെക്കണം. എത്രയായാലും നമുക്ക് നമ്മുടെ സെക്രട്ടറി ഉണ്ടോ ഇന്ന്? സെക്രട്ടറി ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ചെയ്തിരുന്നു, ഇതൊക്കെ ചെയ്തിരുന്നു, പിന്നെ പോയെന്ന് തോന്നുന്നു. ഇടയ്ക്ക് നെറ്റ് പോകുന്നാന്ന് തോന്നുന്നു. ഇപ്പൊ നോക്കട്ടെ കാണുന്നില്ല. ഇരിക്കുന്നല്ലോ. ഉണ്ട്. അയ്യോ ഞാൻ ഉണ്ട്. അൺമ്യൂട്ട് ചെയ്യാം. ഉണ്ട്. നമസ്തേ. വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അക്കാഡമിഷ്യൻസ് തല വഹിക്കുന്നത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. ഞാനപ്പോ അതിലൊരു കാര്യം മാത്രം പറയുന്നു. ദ ഹയസ്റ്റ് ഐഡിയൽ ഓഫ് ക്യൂർ, ദ സ്പീഡി, ജെന്റിൽ ആൻഡ് എൻഡ്യൂറിംഗ് റെസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ബൈ ദ മോസ്റ്റ് ട്രസ്റ്റ് വർത്തി ഇൻ എ ലീസ്റ്റ് ഹാംഫുൾ വേ. ഞാൻ പറഞ്ഞൊരു കാര്യമില്ല, പക്ഷെ ഞങ്ങളെ പോലുള്ളവർക്ക് അതിന്റെ പുറത്താണ് ഈ മരുന്ന് കഴിക്കുന്നത്. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്ത വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഇനിയും തുടരട്ടെ. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം സാറിന്റെ ക്ലാസ് ഇനിയും തുടരുമല്ലോ സാർ? സെക്രട്ടറി നന്ദി കൂടെ പറയണേ. നന്ദി. അല്ല, ഇനി അടുത്ത സെഷനും കൂടെ ഉണ്ട്. 100 പേരിൽ കൂടുതൽ ഉണ്ടായിരുന്നു തുടക്കത്തില്. പങ്കെടുത്ത എല്ലാവർക്കും, ശ്രദ്ധയോടെ ഇരുന്നവർക്കും, ഹോമിയോപതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും IFPHന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വളരെ വിശദമായ രീതിയിൽ വിഷയം കൈകാര്യം ചെയ്ത ഡോക്ടർ സാറിന് IFPHന്റെ പേരിൽ ആത്മാർത്ഥമായ നന്ദി. നന്ദി സെക്രട്ടറി വിൻചന്ദ്. എന്തായാലും ഇന്ന് നല്ലൊരു ഉണർവുള്ള ക്ലാസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഡോക്ടർ വീണ്ടും നമ്മളോടൊപ്പം എത്തുകയും ഇത്രയും നല്ല വിലപ്പെട്ട ക്ലാസ് തരികയും ചെയ്ത് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. വീണ്ടും അടുത്ത സെക്ഷനുമായിട്ട് എത്രയും വേഗം വരണമെന്ന് അപേക്ഷിക്കുകയും കൂടി ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് തന്ന ഡോക്ടർമാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ 1566 പ്രതിദിന സൂം വെബിനാർ വിജയകരമായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.